ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സക്സസ് അക്കാഡമി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഏപ്രിൽ 12 CHSLൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏപ്രിൽ 13th and 15th ചോദിച്ച SSC CHSLൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, ഇഫ് 3v plus 2u equal to 7 and vu is equal to 2, find 3v minus 2u. ഓക്കെ, അപ്പോൾ 3v പ്ലസ് 2u ഈക്വൽ ടു 7 എന്ന് തന്നിട്ടുണ്ട്. vu ഈസ് ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്. ചോദ്യം 3v മൈനസ് 2u എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് സ്ക്വയർ ചെയ്യുക. അപ്പോൾ എന്ത് വരും? 9v സ്ക്വയർ പ്ലസ് 4u സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു vu. ഇങ്ങനെ എഴുതാണ്. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് ഞാനിവിടെ അപ്ലൈ ചെയ്തത്. a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ഈക്വൽ ടു 49. ഓക്കെ ആണല്ലോ. ഇനി 9v സ്ക്വയർ പ്ലസ് 4u സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 6, 6 ഇൻറ്റു 2 12, vu ഈസ് ഈക്വൽ ടു 49. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു? 9v സ്ക്വയർ പ്ലസ് 4u സ്ക്വയർ പ്ലസ് 12vu മൈനസ് ഒരു 24vu ആഡ് ചെയ്തു ഈസ് ഈക്വൽ ടു ഇവിടെയും മൈനസ് 24vu ആഡ് ചെയ്തു. ഓക്കെ, എന്താണ്? മൈനസ് 24vu ആഡ് ചെയ്തു, ഇവിടെയും മൈനസ് 24vu ആഡ് ചെയ്തു. ഓക്കെ ആണല്ലോ. ഇനി ഇതെന്ത് വരും? 9v സ്ക്വയർ പ്ലസ് 4u സ്ക്വയർ 12 മൈനസ് 24 മൈനസ് 12vu ഈസ് ഈക്വൽ ടു 49 മൈനസ് 24vu. ഓക്കെ, ഇതെന്താണ്? a മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ് അല്ലേ. അപ്പോൾ 3v മൈനസ് 2u ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 49 മൈനസ് 24 ഇൻറ്റു vu. vu എന്ന് വെച്ചാൽ എന്താണ്? vu എന്ന് വെച്ചാൽ 2 ആണ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 49 ഇൻറ്റു ഇതെന്ത് കിട്ടും? 24 ഇൻറ്റു 2 48 എന്ന് കിട്ടും. അപ്പോൾ 49 മൈനസ് 48 1. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 3v മൈനസ് 2u എന്ത് കിട്ടും? 1. ഓക്കെ, ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ പേഴ്സൺ കവർ ഹാഫ് ദ ഡിസ്റ്റൻസ് ഓഫ് 24 km/h and remaining at 32 km/h. The total time taken by him is 7 hours. Find the total distance covered by him. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാഫ് ദ ഡിസ്റ്റൻസ് 24ഉം 32ൻ്റെയും LCM എടുക്കുക. ഓക്കെ, ഹാഫ് ദ ഡിസ്റ്റൻസ് ആയിട്ട് 24ൻ്റെയും 32ൻ്റെയും LCM എടുക്കുക, കാരണം ഡിവൈഡ് ആയി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ 24, 32 അവരുടെ LCM എന്ന് പറയുന്നത് 96 ആണ്. ഓക്കെ, 96 ആണ്. അപ്പോൾ ആദ്യത്തെ ഡിസ്റ്റൻസ് ആദ്യത്തെ ഹാഫ് ദ ഡിസ്റ്റൻസ് അതായത് 96 എത്ര സ്പീഡും കൊണ്ടാണ് കവർ ചെയ്യുന്നത്? 24 km/h ആണ്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് എന്തായി? 96 ഡിവൈഡഡ് ബൈ 24. ഓക്കെ, ആദ്യത്തെ ഹാഫ് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുക്കുന്ന സമയം 96 ഡിവൈഡഡ് ബൈ 24 പ്ലസ് ഇനി രണ്ടാമത്തെ ഹാഫ് ദ ഡിസ്റ്റൻസ് എത്രയാണ്? അതും 96 ആണ്. ഡിവൈഡഡ് ബൈ അതിൻ്റെ സമയം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. 96 ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ സ്പീഡ് 32. ഓക്കെ ആണല്ലോ. ഇനി ഇതെത്രയാണ് ഇവിടെ കിട്ടുക? 96 ഡിവൈഡഡ് ബൈ 24 4, 96 ഡിവൈഡഡ് ബൈ 32 3, 4 + 3 എന്ത് കിട്ടി? 7 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ 7 തന്നെയാണ് ഇവിടെയും കിട്ടുന്നത് 7. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ ഇതാണ് എക്സാക്റ്റ് ഡിസ്റ്റൻസ്. നമുക്ക് ശരിക്കുമുള്ള എക്സാക്റ്റ് ഡിസ്റ്റൻസ് എന്താണ്? 96 തന്നെയാണ്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 96ൻ്റെ 2 ഇരട്ടിയായ 192 ആയിരിക്കും ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് 7 കിട്ടിയതുകൊണ്ടാണ് എക്സാക്റ്റ് ആയിട്ട് 96 ഇൻറ്റു 2 ചെയ്തത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ കിട്ടുന്ന ടൈം ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, the perimeter of rhombus is 148 cm. If one of the diagonal is 24 cm, then the area of the rhombus is. ഓക്കെ, അപ്പോൾ റോംബസ് നമുക്ക് വരയ്ക്കാം. എ ബി സി ഡി. AC ഒരു ഡയഗണല്, BD ഒരു ഡയഗണല്. അപ്പോൾ റോംബസിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്താണ്? എല്ലാ സൈഡ്സും ഈക്വലാണ്. ഡയഗണല് ഈക്വലായിട്ട് ബൈസെക്റ്റും ചെയ്യും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യം ഒരു ഡയഗണൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 24 അല്ലേ. അപ്പോൾ ഇവിടെ 12
ഇവിടെ 12. ഓക്കെ ആണല്ലോ. അപ്പോൾ എ സി എന്നുള്ളത് 24 ഇനി വേറെ എന്താണ്? വേറെ ഡയഗണൽ തന്നിട്ടില്ല, പക്ഷേ പെരിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ റോംബസിൻ്റെ പെരിമീറ്റർ എന്താണ്? 4A ആണ്, എ സൈഡാണ്. 4A = 148, എ = എത്ര കിട്ടി? 37. ഓക്കെ ആണല്ലോ. അപ്പോൾ സൈഡ് എന്ത് വന്നു? 37 വന്നു. ഇനി ഇവിടെ നോക്കുക, ട്രയാങ്കിൾ AOB എടുത്താൽ എന്താണ്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. ഇത് 90 ഡിഗ്രി ആണ്, ഈക്വലായിട്ട് ബൈസെക്റ്റും ചെയ്യും ഡയഗണൽ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വന്നു, ഹൈപ്പോട്ടന്യൂസ് 37, പെർപെൻഡിക്കുലർ സൈഡ് 12. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും? നിങ്ങൾ ചെയ്ത് നോക്കുക, 35 ആയിരിക്കും. 37² - 12², 35² ആയിരിക്കും. അപ്പോൾ BO എന്നുള്ളത് എന്തായി? 35 ആയി. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ഡയഗണൽ എന്തായി? BD എത്ര വന്നു? BD = 70. ആദ്യത്തെ ഡയഗണൽ AC = 24. ഓക്കെ. ഇനി ഏരിയ ഓഫ് എ റോംബസിൻ്റെ ഫോർമുല എന്താണ്? A = ½ × D1 × D2, വേർ D1 ആൻഡ് D2 എന്ന് പറയുന്നത് എന്താണ്? ഡയഗണൽസ് ആണ്. അപ്പോൾ ½ × ഒരു ഡയഗണൽ 70, ഒരു ഡയഗണൽ 24. ഓക്കെ, കട്ട് ചെയ്യുക. 12, 70 × 12 എന്ന് പറഞ്ഞാൽ 840. ഓക്കെ, അപ്പോൾ ആൻസർ 840 cm². ഇതാണ് ഏരിയ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ആഫ്റ്റർ 2 successive discount of 25% and 38%, an article is sold for ₹372. Find the discount. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, മാർക്ക് പ്രൈസ് എക്സ് ആണെന്ന് വിചാരിക്കുക. ആദ്യം എത്ര ഡിസ്കൗണ്ട് കൊടുത്തു? 25% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ ബാക്കി എത്രയാണ്? 75/100 ഇൻറ്റു 38% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ ബാക്കി എത്ര വന്നു? 62% വന്നു. ഇതാണ് എന്ത്? സെല്ലിംഗ് പ്രൈസ്. എത്രയാണത്? 372. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതങ്ങ് സോൾവ് ചെയ്യുക. X = ഇവിടെ എന്ത് വരും? 3 വരും, ഇവിടെ 4 വരും. 25 വെച്ച് കട്ട് ചെയ്താൽ, ഇനി ഇവിടെ 2 വെച്ച് കട്ട് ചെയ്യുക, 31 വരും. ഇവിടെ എന്ത് വരും? 186 വരും. ഇനി 31 × 6 ആണ് 186, 3 × 2 ആണ് 6. അപ്പോൾ എന്ത് വന്നു? X = 4 × 2 × 100 വന്നു. എത്ര വന്നു? 800. അപ്പോൾ മാർക്ക് പ്രൈസ് എത്രയായിരുന്നു? 800 ആണ്. മാർക്ക് പ്രൈസ് എത്ര കിട്ടി? 800 കിട്ടി. സെല്ലിംഗ് പ്രൈസ് എത്രയായിരുന്നു? 372. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് ആണ് എന്ത്? ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എടുക്കുക. എത്ര വന്നു? 8, 9 - 7 2, 7 - 3 4, 428 ഡിസ്കൗണ്ട്. ഓക്കെ ആണല്ലോ. ഇതൊരു മെത്തേഡ്. ഇനി വേറെ രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യത്തെ ഡിസ്കൗണ്ട് 25% ആണ്. അപ്പോൾ 25%ൻ്റെ ഫ്രാക്ഷൻ നമ്മൾ എഴുതാണ് 1/4. ഓക്കെ ആണല്ലോ. അപ്പോൾ 4 എന്നുള്ളത് എന്തായി? ഡിസ്കൗണ്ട് കഴിഞ്ഞപ്പോൾ 3 ആയി. ഈ ന്യൂമറേറ്റർ കുറയ്ക്കുക, 4ൽ നിന്ന് 1 കുറച്ചു. ഇനി അടുത്ത ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയാണ്? 38% ആണ്. നമ്മൾ എഴുതി 38/100, കട്ട് ചെയ്തു 19/50. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യം 50 ആണെങ്കിൽ പിന്നീട് എന്തായി? 19 കുറഞ്ഞു. അപ്പോൾ ബാക്കി എത്ര വന്നു? 31. ഓക്കെ ആണല്ലോ. ഇനി ഇത് തമ്മിൽ ഗുണിക്കുക. എത്ര കിട്ടി? 200. അപ്പോൾ 200 എത്രയായി? 31 × 3 93. ഓക്കെ, 200 മാർക്ക് പ്രൈസ് എത്രയായി? 93 ആയി. ഇനി ഇവരുടെ ഡിഫറൻസ് ആണെന്ത്? ഡിസ്കൗണ്ട്. എത്ര വന്നു ഡിഫറൻസ്? 107 വന്നു. ഓക്കെ ആണല്ലോ. ഇനി ഈ 93 ആണെന്ത്? നമ്മുടെ സെല്ലിംഗ് പ്രൈസ്. അതിവിടെ എത്രയാണ്? 372 ആണ്. ഓക്കെ ആണല്ലോ. 93 ആണ് 372. ഇനി അപ്പോൾ 93 × എത്രയാണ്? 4 ആണ് 372. അങ്ങനെയാണെങ്കിൽ 107 × 4 ആയിരിക്കും ഡിസ്കൗണ്ട്. 107 × 4 ചെയ്യുക, എത്ര വന്നു? 428 വന്നു. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ. അതായത് 25% എന്നുള്ളത് 1/4 ആണ്, 4 എന്നുള്ളത് 3 ആയി. 38% എന്നുള്ളത് 19/50 എന്ന് എഴുതി. അപ്പോൾ 50 എത്രയായി? 31 ആയി. 19 കുറച്ചപ്പോൾ ഗുണിക്കുക. 200 എന്നുള്ളത് അവസാനം എന്ത് വന്നു? 93 എന്ന് വന്നു.
അപ്പോൾ ഡിസ്കൗണ്ട് എത്രയായി? 107 ഇനി 93 372. അപ്പോൾ ഒന്നിൻ്റെ വാല്യൂ എത്ര വരും? 4 വരും. അപ്പോൾ 107ൻ്റെ വാല്യൂ 4 × 107 428. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ബോക്സ് ദ റേഷ്യോ ഓഫ് വൈറ്റ് ബോൾസ് ടു ബ്ലാക്ക് ബോൾസ് ഈസ് ഈക്വൽ ടു 4/7. If the number of black balls is 280, find the number of white balls. അപ്പോൾ ബ്ലാക്ക് ബോൾ എന്ന് പറയുന്നത് 280 ആണ് അല്ലേ? അപ്പോൾ 7 × 40 ചെയ്താൽ 280 കിട്ടും. അങ്ങനെയാണെങ്കിൽ 4 × 40 ചെയ്താൽ വൈറ്റ് ബോൾസ് കിട്ടും. എത്രയാണ്? 160. ഓക്കെ, ഓപ്ഷൻ സി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ബൈ സെല്ലിംഗ് 92 articles, the profit made is equal to the selling price of 12 articles. Find the profit percentage. ഓക്കെ, അപ്പോൾ 92 ആർട്ടിക്കിൾസിൻ്റെ കച്ചവടം നടന്നപ്പോൾ, അതായത് 92 ആർട്ടിക്കിൾസ് സെല്ല് ചെയ്തപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 12 ആർട്ടിക്കിൾസിൻ്റെ സെല്ലിംഗ് പ്രൈസിനോട് തുല്യമാണ്. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് എഴുതാം. നമുക്കറിയാം പ്രോഫിറ്റ് ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആയിരിക്കും പ്രോഫിറ്റ്. അപ്പോൾ 92 ആർട്ടിക്കിൾസിൻ്റെ സെല്ലിംഗ് പ്രൈസ് മൈനസ് 92 ആർട്ടിക്കിൾസിൻ്റെ കോസ്റ്റ് പ്രൈസ് ഈക്വൽ ടു ആണെന്ത്? കിട്ടുന്ന പ്രോഫിറ്റ് എന്താണ്? 12 ആർട്ടിക്കിൾസിൻ്റെ സെല്ലിംഗ് പ്രൈസാണ്. അപ്പോൾ 12 × SP. ഓക്കെ ആണല്ലോ. അപ്പോൾ 12 ഇങ്ങോട്ട് വരട്ടെ. എത്രയായി? 80 × SP ഈസ് ഈക്വൽ ടു 92 CP. ഓക്കെ, അപ്പോൾ SP/CP എന്ത് കിട്ടി? SP/CP എന്ന് പറയുന്നത് 92 / 80. 2 വെച്ച് കട്ട് ചെയ്യാം. 46 ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ 2 വെച്ച് കട്ട് ചെയ്യാം. 46 / 40. വീണ്ടും 2 വെച്ച് കട്ട് ചെയ്യാം. 23 / 20. ഓക്കെ ആണല്ലോ. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കും? പ്രോഫിറ്റ് ഇവിടെ സെല്ലിംഗ് പ്രൈസ് 23, കോസ്റ്റ് പ്രൈസ് 20. പ്രോഫിറ്റ് എത്രയാണ്? 3 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 20 × 100. ഇതായിരിക്കും പ്രോഫിറ്റ് പെർസെൻറ്റേജ്. കട്ട് ചെയ്യാം. 20 × 5 100 ആണ്. 3 × 5 15%. ഓക്കെ, 15% ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ദ സം ഓഫ് ₹99,000 at 12.5% per annum in 9 months. ഓക്കെ, അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോമുല നമുക്കറിയാം. I = PRT/100. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. I = സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 99,000 ഇൻറ്റു റേറ്റ് 12.5 ആണ്, ടൈം 9 months ആണ്. ഓക്കെ, ബൈ 100. ഇവിടെ 9 months ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 12 ഇയറിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി 12.5 × 8 ആണ് 100. 9/12 എന്ന് പറയുന്നത് 3/4 ആണ്. ഓക്കെ, ഇനി വീണ്ടും കട്ട് ചെയ്യാം. 99,000 × 3 എത്ര വന്നു? 297,000 ഡിവൈഡഡ് ബൈ 32. ഓക്കെ, 297,000 ഡിവൈഡഡ് ബൈ 32. 4 വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ 8 വന്നു. ഇവിടെ എത്ര വരും? 4 വെച്ച് കട്ട് ചെയ്താൽ 4 7 28 17 4 16 റിമൈൻഡർ 1 10 2 25 74250 ഡിവൈഡഡ് ബൈ 8 വരും. ഓക്കെ, 4 വെച്ച് കട്ട് ചെയ്യുക. 74250 ഡിവൈഡഡ് ബൈ 8 എത്ര വരും? ഡയറക്റ്റ് ഡിവിഷൻ ചെയ്യുക. 74250 ഡിവൈഡഡ് ബൈ 8 9 72 22 2 16 6 5 8 64 1 0 ഇവിടെ വന്നു. 10 ആയി. 9281 8 2.2 16 ഇവിടെ 4 ഇവിടെ 40 ആയിരിക്കും 5. ഓക്കെ, 8 × 5 ഇവിടെ 40 വരും. നിങ്ങൾ ചെയ്ത് നോക്കുക. 40 വരും. 0. ഓക്കെ, റിമൈൻഡർ 0 വരും. ഓക്കെ, അപ്പോൾ എത്ര വന്നു? 9281.25. ഓപ്ഷൻ സി. 9281.25. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് cot θ is equal to √2 + 1, ഫൈൻഡ് cosec θ ഇൻറ്റു sec θ. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോ തരുമ്പോൾ, ആ റേഷ്യോയ്ക്ക് ഒരു വാല്യൂ തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പോൾ ഇവിടെ തീറ്റയായി. cot θ എന്ന് പറഞ്ഞാൽ എന്താണ്?
ടാൻ തീറ്റയുടെ ഓപ്പോസിറ്റ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇവിടെ കമ്പയർ ചെയ്ത് നോക്കിയാൽ അഡ്ജസൻറ്റ് സൈഡ് എത്ര വന്നു? √2 + 1, ഓപ്പോസിറ്റ് സൈഡ് 1. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് √2 + 1 വരുന്നത് കോട്ട് തീറ്റ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് എത്ര വരും? √2 + 1 the whole square + 1. ഇത് എത്ര വരാം? റൂട്ട് ഓഫ് ഉണ്ട്. അപ്പോൾ എത്ര വരും? 3 ഇത് എത്ര വന്നു? 3 + 2√2 + 1 √4 + 2√2 ഇങ്ങനെ വരും. √4 + 2√2. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് കൊസീക് തീറ്റ ഇൻറ്റു സീക് തീറ്റ എന്നാണ്. കൊസീക് തീറ്റ നമുക്കറിയാം എന്താണ്? സൈൻ തീറ്റയുടെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് അല്ല, റെസിപ്രോക്കൽ. അപ്പോൾ h/o ഇൻറ്റു സീക് തീറ്റ കോസ് തീറ്റയുടെ ഓപ്പോസിറ്റ് ആണ്. എന്താണ്? h/a. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിയേ, അപ്പോൾ എന്ത് വരും? h² ഇവിടെ തന്നെ ചെയ്ത് നോക്കുക. h² / ഓപ്പോസിറ്റ് സൈഡ് ഇൻറ്റു അഡ്ജസൻറ്റ് സൈഡ് ആണ്. അപ്പോൾ നോക്കിയേ, h² എന്ന് പറയുമ്പോൾ ആ റൂട്ട് അങ്ങോട്ട് പോവും. എന്ത് വന്നു? 4 + 2√2 / ഓപ്പോസിറ്റ് സൈഡ് 1, അഡ്ജസൻറ്റ് സൈഡ് √2 + 1. അപ്പോൾ എന്ത് ചെയ്തു? √2 + 1. ഇനി കുറച്ച് മോഡിഫൈ ചെയ്യാനുണ്ട്. ഇവിടെ ഞാനിവിടെ √2 അപ്ലൈ ചെയ്തു, ഇവിടെയും √2 അപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വരും? ഇനി ഇവിടെ ഒരു 2 പുറത്തെടുക്കുകയാണ്. അപ്പോൾ എന്ത് വന്നു? 2 പുറത്തെടുത്താൽ 2 + √2. ഞാനിവിടെ മൾട്ടിപ്ലൈ ചെയ്ത √2 / ഇവിടെ √2 അകത്തേക്ക് വന്നാൽ 2 + √2. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്തു. ഉത്തരം എന്ത് വന്നു? 2√2. ഓക്കെ, 2√2. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ട്രയാങ്കിൾ ABC റൈറ്റ് ആംഗിൾഡ് അറ്റ് B, AB is equal to 15√3 and BC is equal to 20√3. Find the perimeter of the triangle. ഓക്കെ, അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾഡ് അറ്റ് B എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ABC. ഇനി AB എന്ന് പറയുന്നത് എത്രയാണ്? 15√3 ആണ്. ഓക്കെ, AB എന്ന് പറയുന്നത് 15√3 ആണ്. BC എന്ന് പറയുന്നത് 20√3 ആണ്. അപ്പോൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഇവനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഇതെന്താണ്? 15√3 എന്ന് പറയുന്നത് എന്താണ്? 3 × 5√3 ആണ്. അപ്പോൾ ഈ ഫാക്ടർ ഒന്ന് നോട്ട് ചെയ്യുക. 20√3 എന്ന് പറയുന്നത് എന്താണ്? 4 × 5√3 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ 5√3 നോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 3, 4 അല്ലേ? നമ്മൾ സ്കൂളിൽ തൊട്ട് പഠിക്കുന്നതാണ്. 3, 4 ഹൈപ്പോട്ടന്യൂസ് എന്ത് വരും? 5 വരും. അപ്പോൾ 5 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത കോമൺ ഫാക്ടർ എത്രയാണ്? 5√3. അപ്പോൾ എത്ര വന്നു? 25√3 വന്നു. ഹൈപ്പോട്ടന്യൂസ് 25√3 വന്നു. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. അതാണ് എന്ത്? പെരിമീറ്റർ. അപ്പോൾ 15 + 25 എത്രയാണ്? 40 + 20 60√3 ആണ് കറക്റ്റ് ആൻസർ, പെരിമീറ്റർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. A can do a piece of work in 6 days and B can do the same in 8 days. Both A and B worked for 3 days and left. The remaining work is completed by C in 2 days. Find in how many days B and C together can do 75% of the total work. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തതാണ്. എക്ക് ആ വർക്ക് എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും? 6 ദിവസം. ബിക്കാണെങ്കിലോ 8 ദിവസം. ഓക്കെ, അപ്പോൾ 6ഉം 8ഉം LCM ടോട്ടൽ വർക്കായിട്ട് എടുക്കുക. 6ഉം 8ഉം LCM 24 അതാണ് ടോട്ടൽ വർക്ക്. ഓക്കെ ആണല്ലോ. അപ്പോൾ ടോട്ടൽ വർക്ക് ഞാൻ 24 എടുത്തു. അങ്ങനെയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി എത്ര വരും? 4. ബിയുടെ എഫിഷ്യൻസി എത്ര വരും? 3. ഓക്കെ, നമുക്ക് വർക്ക് എന്ന് പറയുന്നത് ഫോർമുല ഇതാണ്. വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് വർക്ക് ബൈ നമ്പർ ഓഫ് ഡേയ്സ് എഫിഷ്യൻസി കിട്ടും. വർക്ക് ബൈ ഡേയ്സ് എഫിഷ്യൻസി കിട്ടും. അപ്പോൾ എയുടെ എഫിഷ്യൻസി 4, ബിയുടെ എഫിഷ്യൻസി 3. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് തന്നിരിക്കുന്നത്? ബോത്ത് എ ആൻഡ് ബി വർക്ക്ഡ് ഫോർ 3 days. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി, എയും ബിയും കൂടി വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? 4 + 3 7. എത്ര ദിവസമാണ് വർക്ക് ചെയ്യുന്നത് അവർ? 3 ദിവസം. അപ്പോൾ എ പ്ലസ് ബിയുടെ 3 ദിവസത്തെ വർക്ക് എന്ന് പറയുമ്പോൾ എന്തായി? അവരുടെ എഫിഷ്യൻസി 7 ഇൻറ്റു അവരെത്ര ദിവസം വർക്ക് ചെയ്തു? 3. അപ്പോൾ 21 വർക്ക് അവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, 21 വർക്ക് അവർ ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ടോട്ടൽ വർക്ക് 24 ആണ്. അപ്പോൾ ബാക്കി വർക്ക് എത്രയാണ്? റിമൈനിങ് വർക്ക്
റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് 3 ആണ്. അത് സി എത്ര ദിവസം കൊണ്ടാണ് തീർക്കുന്നത്? റിമൈനിങ് വർക്ക് ഈസ് കംപ്ലീറ്റഡ് ബൈ സി ഇൻ 2 days. അപ്പോൾ സിയുടെ എഫിഷ്യൻസി കിട്ടുമല്ലോ. റിമൈനിങ് വർക്ക് 3. അപ്പോൾ സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് വർക്ക്, റിമൈനിങ് വർക്ക് ഡിവൈഡഡ് ബൈ സി തീർത്ത ദിവസം. എത്ര ദിവസം കൊണ്ട് തീർത്തു? 2 ദിവസം. ഓക്കെ, 3/2. അപ്പോൾ സിയുടെ എഫിഷ്യൻസി എന്ത് കിട്ടി? 1.5. ഓക്കെ ആണല്ലോ. അപ്പോൾ സിയുടെ എഫിഷ്യൻസി 1.5. ഇനി ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ഇൻ ഹൗ മെനി ഡേയ്സ് ബി ആൻഡ് സി ടുഗദർ. അപ്പോൾ ബി ആൻഡ് സി ടുഗദർ ആണ്. അപ്പോൾ ബിയുടെ എഫിഷ്യൻസി 3, സിയുടെ എഫിഷ്യൻസി 1.5. അപ്പോൾ ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്തായി? 4.5 ആണ്. ഓക്കെ, 4.5. ഇനി ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ഇൻ ഹൗ മെനി ഡേയ്സ് ബി ആൻഡ് സി ടുഗദർ ക്യാൻ ഡു 75% ഓഫ് ദി ടോട്ടൽ വർക്ക്. ടോട്ടൽ വർക്കിൻ്റെ 75% ബി ആൻഡ് സി എത്ര ദിവസം കൊണ്ട് ചെയ്യും എന്നാണ്. അപ്പോൾ 75% എന്ന് പറഞ്ഞാൽ എന്താണ്? 3/4 ആണ് നമുക്കറിയാം. ഇൻറ്റു ടോട്ടൽ വർക്ക് 24 ആണ്. അപ്പോൾ ഇതായി വർക്ക്. ഇനി ഇതാരാണ് ചെയ്യുന്നത്? ബി ആൻഡ് സി കൂടിയാണ്. അവരുടെ എഫിഷ്യൻസി 4.5 ആണ്. അത് വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4.5 ഞാൻ എന്ത് ചെയ്തു? 9/2 എന്ന് എഴുതി. ഈ 2 ഇവിടെ വരും. ഓക്കെ, 4.5 9/2 എന്ന് എഴുതി. ആ 2 മുകളിൽ വരും. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുക. 3 × 3 9, 3 × 8 24, 4 × 2 8, 2 × 2 4 days. ഓക്കെ, ഓപ്ഷൻ എ 4 days ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. A trader has 600 kg of wheat, a part of which he sells at 15% profit and the remaining quantity at 20% loss. On the whole, he incurs an overall loss of 6%. What is the quantity of wheat he sold at 20% loss? ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ 600 kg ഓഫ് വീറ്റ് ഉണ്ട്. ആദ്യത്തെ ഒരു പാർട്ട് 15% പ്രോഫിറ്റിനാണ് വിറ്റത്. ഓക്കെ, അപ്പോൾ 15% പ്രോഫിറ്റ് ഞാനിവിടെ 15 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തെ പാർട്ടോ 20% നഷ്ടത്തിനാണ് വിറ്റത്. ഓക്കെ, അപ്പോൾ -20. ഇനി ഓൺ ദി ഹോൾ മൊത്തത്തിൽ അദ്ദേഹത്തിന് എന്ത് പറ്റി? ഓവറോൾ ലോസ് ആണ് ഉണ്ടായത്. എത്രയാണ്? 6%. അപ്പോൾ -6 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് അലിഗേഷൻ ചെയ്യാലോ. 15 - -6 എന്ന് പറഞ്ഞാൽ 21, -6 - -20 എന്ന് പറഞ്ഞാൽ 14. 14:21 ആണ് അവരുടെ റേഷ്യോ. സിംപ്ലിഫൈ ചെയ്യാം. 2:3. ഓക്കെ, അപ്പോൾ പാർട്ട് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. പാർട്ട് 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. അതായത് 15% ലാഭത്തിന് വിറ്റത് എന്താണ്? ഏത് പാർട്ടാണ്? 2 ആണ്. 20% ലോസിന് വിറ്റത് 3 പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് എന്താണ്? 2 + 3 5. അപ്പോൾ 5 ആണ് ടോട്ടൽ. അതാണ് തന്നിരിക്കുന്നത്. എത്രയാണ്? 600. അപ്പോൾ 1ൻ്റെ വാല്യൂ എന്തായി? 120. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് 20% ലോസിൽ വിറ്റ പാർട്ടാണ്. അതെത്രയാണ്? 3 ആണ്. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ 120, 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360. 120 × 3 360. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ സ്റ്റുഡൻറ്റ് സെക്യൂർസ് 38% of the total marks in an exam and gets 18 marks more than the pass mark. Another student secures 27% of the total marks in the same exam and fails by 37 marks. What is the pass mark as a percentage of the total marks? പാസ് മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്, അതും പെർസെൻറ്റേജിൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യത്തെ സ്റ്റുഡൻറ്റ് എത്ര ശതമാനം മാർക്ക് സെക്യൂർ ചെയ്തു? 38% സെക്യൂർ ചെയ്തപ്പോൾ അദ്ദേഹം എന്ത് പറ്റി? അദ്ദേഹത്തിന് പാസ് മാർക്കിനേക്കാളും 18 മാർക്ക് കൂടി അല്ലേ? അപ്പോൾ P+18. പാസ് മാർക്ക് ഞാൻ 18 എടുത്തു. P+18. ഇനി രണ്ടാമത്തെ ആളോ 27% മേടിച്ചപ്പോൾ എന്ത് പറ്റി? പാസ് മാർക്കിനെക്കാട്ടും 37 മാർക്ക് കുറഞ്ഞു പോയി. അങ്ങനെയാണ് അദ്ദേഹം ഫെയിലാവുന്നത്. അപ്പോൾ P-37. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുക. അപ്പോൾ എന്ത് വന്നു? 11% ഈസ് ഈക്വൽ ടു എത്ര വന്നു? ഈ പി ക്യാൻസലായി പോവും. 18 + 37 ആവും. 11% 55. 1% എത്ര കിട്ടി? 5. ഓക്കെ, അപ്പോൾ 11% 55, 1% 5 എന്ന് കിട്ടി. മനസ്സിലായല്ലോ. ഇനി ആദ്യത്തെ ഒരു കണ്ടീഷൻ നോക്കാം. പാസ് മാർക്ക് എന്ന് പറയുന്നത് 38% -18 മാർക്കാണ്. ഓക്കെ, 38% മേടിച്ചപ്പോൾ 18 മാർക്ക് കൂടുതൽ കിട്ടി.
അപ്പോൾ പാസ് മാർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 38% നിന്ന് 18 മാർക്കിൻ്റെ ശതമാനം കുറയ്ക്കുക. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഈ 18 മാർക്ക് ശതമാനം ആക്കണം അല്ലേ. അപ്പോൾ നോക്കിയേ 5 മാർക്കാണ് 1%, 5 മാർക്കാണ് 1%. അപ്പോൾ 1 മാർക്ക് എത്ര ശതമാനമാണ്? 1/5. അപ്പോൾ 18 മാർക്ക് എത്ര ശതമാനമാണ്? 18/5% എന്ന് പറയുന്നത് 3.6% ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ 38% മൈനസ് 3.6%. ഇത് മൈനസ് ചെയ്യുക, എത്ര കിട്ടും? 34.4%. ഓക്കെ, 34.4% ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് k minus 3/k is equal to 5, find k square plus 9/k². ഓക്കെ, നമുക്കറിയാം a മൈനസ് ബി ആണ് തന്നിരിക്കുന്നത്, a² പ്ലസ് b² ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതങ്ങോട്ട് സ്ക്വയർ ചെയ്യുക. k മൈനസ് 3/k എത്രയാണ്? 5 ആണ്. സ്ക്വയർ ചെയ്യുക. a² പ്ലസ് b² മൈനസ് 2ab, 2 ഇൻറ്റു k ഇൻറ്റു 3/k ഈക്വൽ ടു 25. ഓക്കെ, അപ്പോൾ k² പ്ലസ് 9/k² ഈക്വൽ ടു കെയും കെയും ക്യാൻസലായി -6 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? 31. 25 പ്ലസ് 6 എന്താവും? 31 ആവും. ഓക്കെ, ഓപ്ഷൻ സി. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഗിവൺ ഫിഗർ PQR is a triangle inscribed in circle with center O. Find the angle TPU. ഓക്കെ, ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ കൂടി ഉണ്ട് ഇവിടെ തന്നിട്ടുണ്ട്. PU is perpendicular to PT is perpendicular to QR. ഓക്കെ, ഇതും കൂടി നിങ്ങൾ നോട്ട് ചെയ്യുക. PT is perpendicular to QR എന്ന് തന്നിട്ടുണ്ട്. ഇത് 90 ഡിഗ്രി ആണ് കേട്ടോ, ഇത് 90 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ ഇൻ ദ ഗിവൺ ഫിഗർ PQR is a triangle inscribed in a circle with center O. Find the angle TPU given PT is perpendicular to QR. അപ്പോൾ ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, OR ജോയിൻ ചെയ്യുക. നമ്മൾ OR ജോയിൻ ചെയ്യുകയാണെങ്കിൽ ട്രയാങ്കിൾ POR ഒന്ന് കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ POR. ഇനി ഒരു സർക്കിളിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്, അതായത് PR എന്ന് പറഞ്ഞ ആർക്ക് സെൻറ്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്നു POR. അതേ ആർക്ക് തന്നെ സർക്കിളിൻ്റെ മറ്റേതെങ്കിലും പോയിന്റിൽ സബ്റ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് PQR, നിങ്ങൾ നോക്കിയാൽ കാണാം PQR, PR എന്ന് പറഞ്ഞ ആർക്ക് സബ്റ്റൻഡ് ചെയ്യുകയാണെങ്കിൽ, നോക്കിയേ ഇങ്ങനെയാണെന്ന് വെച്ചോ. ഇത് ഞാൻ വരയ്ക്കുകയാണ്. P ഇവിടെ, R ഇവിടെ. ഓക്കെ, PR എന്ന് പറഞ്ഞ ആർക്ക് സെൻറ്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്നു POR. ഓക്കെ, PR എന്ന് പറഞ്ഞ ആർക്ക് സർക്കിളിൽ സബ്റ്റൻഡ് ചെയ്യുന്നു PQR. ഓക്കെ, PQR. അങ്ങനെയാണെങ്കിൽ ഈ Q എന്ന് പറഞ്ഞ ആംഗിൾ തീറ്റ ആണെങ്കിൽ POR എന്ന് പറഞ്ഞ ആംഗിൾ 2θ ആയിരിക്കും. ഓക്കെ, ഇവൻ്റെ ഇരട്ടി ആയിരിക്കും സെൻറ്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ. ഓക്കെ ആണോ? അതാണ് പ്രോപ്പർട്ടി. അപ്പോൾ നോക്കിയാൽ നമ്മളിവിടെ OR ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കിയേ POR എന്ന് പറയുന്നത് എന്തായിരിക്കും? PQRൻ്റെ ഇരട്ടി ആയിരിക്കും. 70യുടെ ഡബിൾ എത്ര വന്നു? 140. ഓക്കെ, അപ്പോൾ POR 140. ഇനി നിങ്ങൾ ഈ ട്രയാങ്കിൾ POR ശ്രദ്ധിക്കുക. OR റേഡിയസ് ആണ്, OP റേഡിയസ് ആണ്. അപ്പോൾ എന്താണ്? രണ്ട് ഈക്വൽ സൈഡ്സ് വന്നു. അപ്പോൾ അതെന്തായി? ഐസോസിലസ് ട്രയാങ്കിളായി. അപ്പോൾ ഈ ആംഗിൾ 140 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 20 ആയിരിക്കും. ഈ ആംഗിൾ എത്രയായിരിക്കും? 20 ആയിരിക്കും അല്ലേ? സെയിം ആംഗിൾ ആയിരിക്കും. നോക്കിയേ, 20 + 20 40, 40 + 140 180. ഓക്കെ ആണോ? ഇനി ട്രയാങ്കിൾ ഇത് പെർപെൻഡിക്കുലർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ട്രയാങ്കിൾ PTR കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ PTR കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആംഗിൾ T 90 ആണ്, ആംഗിൾ R 55 ആണ്. അപ്പോൾ നോക്കിയേ, ഈ ആംഗിൾ എത്രയായിരിക്കും? TPR, ആംഗിൾ TPR എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 മൈനസ് 90 + 55. ഓക്കെ, 180 മൈനസ് 90 + 55 അതെത്രയാണ്? 180 മൈനസ് 145 എത്ര വരും? 35. ഓക്കെ, 180 മൈനസ് 145 35. അപ്പോൾ ഈ മൊത്തം ആംഗിൾ എത്ര വന്നു? 35 വന്നു. ഇനി ഈ ആംഗിൾ 20 ആണ്. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 15 ആയിരിക്കും. 35 - 20
15. അതാണ് ചോദിച്ചിരിക്കുന്നത്. ടി പി യു ആംഗിൾ ശ്രദ്ധിക്കുക. ആംഗിൾ ടി പി യു എന്ന് പറയുന്നത് ടി പി ആറിൽ നിന്ന് യു പി ആറ് കുറച്ചാൽ മതി. 35 - 20 15. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ഷർട്ട് ഈസ് മാർക്ക്ഡ് അറ്റ് ₹250 and a discount of 25% is offered. Find the number of shirts he needed to buy to get ₹875 discount. ഓക്കെ, അപ്പോൾ ഒരു ഷർട്ട് എത്രയാണ് മാർക്ക് പ്രൈസ് എത്രയാണ്? 250 ആണ്. ഡിസ്കൗണ്ട് 25% ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി നമ്പർ ഓഫ് ഷർട്ട്സ് ഹി നീഡ് ടു ബൈ ടു ഗെറ്റ് ₹875 ഡിസ്കൗണ്ട്. ₹875 ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ അദ്ദേഹം എത്ര ഷർട്ടുകൾ മേടിക്കണം എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഒരു ഷർട്ടിൻ്റെ വില 250 ആണ്. അദ്ദേഹത്തിൻ്റെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 250 × 25/100 ആണ്. ഓക്കെ, 250 × 25/100 ആണ് ഡിസ്കൗണ്ട്. അത് നോക്കാം. ഒരു ഷർട്ടിന് നോക്കിയേ, 25 × 25, ഞാൻ 0 ക്യാൻസൽ ചെയ്തു. 25 × 25 625 ആണ്. /10 എന്ന് പറയുന്നത് 62.5 ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഷർട്ടിന് കിട്ടുന്ന ഡിസ്കൗണ്ട് 62.5 ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ 62.5 റുപ്പീസാണ് ഡിസ്കൗണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ₹1 ഡിസ്കൗണ്ട് കിട്ടാൻ എന്ത് ചെയ്യണം? എത്ര ഷർട്ട് മേടിക്കണം? 1/62.5. ഓക്കെ, ഒരു ഷർട്ട് കിട്ടാനായിട്ട് 1/62.5. അങ്ങനെയാണെങ്കിൽ ₹1 ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെയാണെങ്കിൽ 875 ആണ് വേണ്ടത്. അപ്പോൾ 875 കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? 1/62.5 × 875. ഓക്കെ ആണല്ലോ. ഒരു ഷർട്ടിൻ്റെ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 250 × 25/100 ആണ്. എത്ര കിട്ടി? 62.5 റുപ്പീസ് ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ ₹1 ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 1/62.5 ഷർട്ടാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് 875 ആണ്. അപ്പോൾ 875 എന്ന് പറഞ്ഞാൽ 1/62.5 × 875. ഇത് സോൾവ് ചെയ്യുക. 875 ഡിവൈഡഡ് ബൈ, ഞാൻ എന്ത് ചെയ്തു? 25 × 25 എന്ന് എഴുതി. 625 62.5 ഉള്ളതുകൊണ്ട് /10. ഓക്കെ, ഇങ്ങനെ എഴുതി. ഇനി എന്ത് വരും? 875 × 10 ഡിവൈഡഡ് ബൈ 25 × 25. ഓക്കെ, ക്യാൻസൽ ചെയ്യുക. 25 × 35 ആണ് 875. 5 വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ 5, ഇവിടെ എന്തോന്നു 7. വീണ്ടും 5 വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ എന്തോന്നു 2. 7 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 14. ഓക്കെ, ഉത്തരം 14. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് cosec theta plus cot theta divided by cosec theta minus cot theta is equal to 7, find 4 sin square theta plus 2 divided by 4 sin square theta minus 1. ഓക്കെ, ഒരു പ്രോപ്പർട്ടി ഉണ്ട്, കമ്പോണൻറ്റോ ആൻഡ് ഡിവിഡൻറ്റോ. കമ്പോണൻറ്റോ ആൻഡ് ഡിവിഡൻറ്റോ, ആ പ്രോപ്പർട്ടി നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അതെന്താണ്? ഇഫ് a+b ഡിവൈഡഡ് ബൈ a-b എന്ന് പറയുന്നത് c/d ആണെങ്കിൽ a/b എന്ന് പറഞ്ഞാൽ എന്ത് വരും? c+d ഡിവൈഡഡ് ബൈ c-d. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിൽ ആഡ് ചെയ്തു, ഇവിടെ സബ്സ്ട്രാക്ട് ചെയ്തു. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 2a ആയിരുന്നു, ക്യാൻസൽ ആയി പോവും. a/b എന്നുള്ളത് c+d ഡിവൈഡഡ് ബൈ c-d എന്ന് കിട്ടും. ഇതാണ് എന്ത്? കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ. അതിവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നോക്കിയേ, കൊസിക് തീറ്റ എ ആണ്, കോട്ട് തീറ്റ ബി ആണ് അല്ലേ? മുകളിൽ a+b വന്നു, താഴെ a-b ആയി. ഈക്വൽ ടു സി എന്ന് പറയുന്നത് 7 ആണ്, 1 ആണ് ഡി. ഓക്കെ, ഡി എന്ന് പറയുന്നത് 1 ആയിട്ട് എടുക്കാം, c/d. ഇവിടെ അപ്ലൈ ചെയ്യുക. എന്ത് വരും? കൊസിക് തീറ്റ ഡിവൈഡഡ് ബൈ കോട്ട് തീറ്റ ഈക്വൽ ടു 7 + 1 ഡിവൈഡഡ് ബൈ 7 - 1. കമ്പോണൻറ്റോ ഡിവിഡൻറ്റോ. അപ്പോൾ കോസ് തീറ്റ എന്ന് പറയുന്നത് 1/sin തീറ്റ ആണ്. കോട്ട് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ആണ്. ഈക്വൽ ടു 7 + 1 8, 7 - 1 6. സൈൻ തീറ്റ ക്യാൻസൽ ചെയ്തു. 1/cos തീറ്റ എന്താണ്? സീക്ക് തീറ്റ. 1/cos തീറ്റ സീക്ക് തീറ്റ ആണ്. എത്ര കിട്ടി? 2 വെച്ച് കട്ടിയാലോ? 4/3. ഓക്കെ, 4/3 വന്നു. അപ്പോൾ സീക്ക് തീറ്റ എന്ന് പറയുന്നത് 4/3 ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോ അതിൻ്റെ വാല്യൂ കിട്ടിയാൽ എന്ത് ചെയ്യാം? ട്രയാങ്കിൾ വരയ്ക്കുക. സീക്ക് തീറ്റ 4/3 നമുക്കറിയാം, ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ്
എത്ര വന്നു 4, അഡ്ജസൻറ്റ് സൈഡ് 3, അങ്ങനെയാണെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡ് എത്ര വരും റൂട്ട് ഓഫ് 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ 16 മൈനസ് 9 7 റൂട്ട് 7 വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ സൈൻ തീറ്റ എന്തോന്നു ഇനി ഇവിടെ അപ്ലൈ ചെയ്യുക 4 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ സൈൻ തീറ്റ റൂട്ട് 7/4 ആണ്. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ 7/16 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 7/16 മൈനസ് 1. ഓക്കെ, ക്യാൻസൽ ചെയ്യുക. ഇവിടെ 4 വരും, ഇവിടെ 4 വരും. 7/4 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എത്രയാ 15/4 ഡിവൈഡഡ് ബൈ 7/4 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3/4. 4ഉം 4ഉം ക്യാൻസൽ ചെയ്യാം. ഇത് എത്ര വന്നു 15/3 എത്ര വന്നു 5. ഓക്കെ, 15/3 5. ഓപ്ഷൻ സി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സ്മോളസ്റ്റ് 6-digit നമ്പർ വിച്ച് ഈസ് ഡിവൈഡഡ് ബൈ 71. ഓക്കെ, സ്മോളസ്റ്റ് 6-digit നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ 71. ഓക്കെ, നമുക്കറിയാം സ്മോളസ്റ്റ് 6-digit നമ്പർ ആദ്യം എഴുതുക. എത്രയാണ് 1 2 3 4 5 6. അതായത് 1 2 3 4 5 6 സ്മോളസ്റ്റ് 6-digit നമ്പർ 1 lakh അല്ലേ, 1 lakh. ഇനി ഡിവിസിബിൾ ബൈ 71 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക 71 വെച്ച് ഹരിക്കുക ഇതിന്. ഓക്കെ, 71 വെച്ച് ഡിവൈഡ് ചെയ്യുക. നമുക്ക് നോക്കാം 71 എത്ര വന്നു റിമൈൻഡർ 29 290 4 284 എത്ര വന്നു 6. ഇവിടെ 0 വന്നു, ഇവിടെ 0 വരും. ഇവിടെ എത്ര വന്നു 600. 71 ഇൻറ്റു 8 ആണ് പോകുന്നത്. 71 ഇൻറ്റു 8 568 ആണ്. റിമൈൻഡർ എത്ര വന്നു 32 വന്നു. ഓക്കെ, റിമൈൻഡർ 32 വന്നു. ഡിവൈസർ 71 ആണ്. ഇനി എന്ത് ചെയ്യുക ഇവരുടെ ഡിഫറൻസ് നോക്കുക. 71 മൈനസ് 32 ഇവരുടെ ഡിഫറൻസ് എത്രയാണ് 39. ഓക്കെ, ഒരു ഡിഫറൻസ് ഈ സ്മോളസ്റ്റ് 6-digit നമ്പറിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ എത്ര വന്നു 1 lakh പ്ലസ് 39 എത്ര വന്നു 1,39,000. ഓക്കെ, 1,31,000 ആണ് കറക്റ്റ് ആൻസർ. ഇനി ലാർജസ്റ്റ് 6-digit നമ്പർ ആയിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ 1 lakhന് പകരം എന്തെഴുതും ഫുള്ള് 9,9,9,9,6 6 9 എഴുതും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യും റിമൈൻഡർ ഇതേപോലെ കണ്ടുപിടിക്കും. എന്നിട്ട് ആ റിമൈൻഡർ അങ്ങനെ തന്നെ മൈനസ് ചെയ്യും. ആ നമ്പറിലേക്ക് മൈനസ് ചെയ്താൽ എന്ത് കിട്ടി ലാർജസ്റ്റ് 6-digit നമ്പർ ഡിവിസിബിൾ ബൈ 71 കിട്ടും. സ്മോളസ്റ്റ് ആണ് ചോദിച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ സ്മോളസ്റ്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സ്മോളസ്റ്റ് ആയതുകൊണ്ട് സ്മോളസ്റ്റ് 6-digit എഴുതും, റിമൈൻഡർ കണ്ടുപിടിക്കും. ആ റിമൈൻഡർ ഡിവൈസറിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ആ കിട്ടിയ വാല്യൂ എന്ത് ചെയ്യും ഈ നമ്പറിലേക്ക് ആഡ് ചെയ്യും. അതായിരിക്കും സ്മോളസ്റ്റ് നമ്പർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഉത്തരം 1,000,039. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് 2x² മൈനസ് 6x പ്ലസ് 1 ഈക്വൽ ടു 0 ഫൈൻഡ് x² പ്ലസ് 1/4x². ഓക്കെ, അപ്പോൾ 2x² പ്ലസ് മൈനസ് 6x പ്ലസ് 1 ഈക്വൽ ടു 0 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് അല്ലേ. ചോദിച്ചിരിക്കുന്നത് x² പ്ലസ് 1/4x² ആണ്. അപ്പോൾ a² പ്ലസ് b² തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ മൈനസ് 6x അപ്പുറത്തേക്ക് പോട്ടെ. അപ്പോൾ എന്താവും 2x² പ്ലസ് 1 ഈക്വൽ ടു 6x. എക്സ് വെച്ച് 2x വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്തോന്നു x പ്ലസ് 1/2x ഈക്വൽ ടു 3. ഓക്കെ, x പ്ലസ് 1/2x ഈക്വൽ ടു 3. കാരണം നമുക്കറിയാം അവിടെ വേണ്ടത് x² പ്ലസ് 1/4x² ആണ് അല്ലേ. a² പ്ലസ് b² ആണ്. a 1ഉം b 1/2x ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനെ ആക്കി, ആ ഫോമിലേക്ക് ആക്കി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു സ്ക്വയർ ചെയ്തു. അപ്പോൾ എന്തോന്നു x² പ്ലസ് 1/4x² പ്ലസ് 2 ഇൻറ്റു എ ബി അല്ലേ 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1/2x ഈക്വൽ ടു 9. ഓക്കെ ആണല്ലോ. ഇനി എക്സ് വെച്ച് കട്ട് ചെയ്യാം. 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. ഇപ്പോൾ ഇവിടെ 1 വന്നു. ആ 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും x² പ്ലസ് 1/4x² ഈസ് ഈക്വൽ ടു 9 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 8. ഓക്കെ, അപ്പോൾ x² പ്ലസ് 1/4x² എന്ന് പറഞ്ഞാൽ എത്രയാണ് 8. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2 sides of a triangle are 12.8 cm and 9.6 cm. The corresponding height to 9.6 cm side is 12 cm. Find the corresponding height to
12.8 സെൻറ്റിമീറ്റർ സൈഡ്. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡ് തന്നിട്ടുണ്ട് അല്ലേ, ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 12.8ഉം 9.6ഉം. ഓക്കെ, ദ ഹൈറ്റ് കറസ്പോണ്ടിങ് ടു 9.6 എത്രയാണ്? 12 ആണ്. അപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 12 ആണ്. ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ കറസ്പോണ്ടിങ് ഹൈറ്റ് ടു 12.8 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ കണ്ടുപിടിക്കാം അല്ലേ. ഏരിയ സെയിം ആയിരിക്കും. ഹാഫ് ഇൻറ്റു ബേസ് 9.6 ബേസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 12 ആണ് അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 12.8 ബേസ് ആണെങ്കിൽ എത്രയാണ്? ആ ഹൈറ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ. 12.8 ബേസ് ആയിട്ട് എടുത്തു. അപ്പോൾ ഏരിയ എങ്ങനെ വന്നാലും സെയിം ആയിരിക്കും. അപ്ലൈ ചെയ്യുക, ഹാഫ് ക്യാൻസൽ ചെയ്യുക. ഹൈറ്റ് എത്ര വന്നു? h ഈസ് ഈക്വൽ ടു 9.6 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 12.8. 32 വെച്ച് കട്ടിയാണെങ്കിൽ ഇവിടെ 3.2 വെച്ച് കട്ടിയാണെങ്കിൽ ഇവിടെ 3 വരും, ഇവിടെ 4 വരും. ഓക്കെ ആണല്ലോ. ഇനി 4 ഇൻറ്റു 3 ആണ് 12, 4 ഇൻറ്റു 3 ആണ് 12, 3 ഇൻറ്റു 3 എത്ര കിട്ടി? 9 കിട്ടി. ഓക്കെ അല്ലേ. ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. P can do a job in 80 days. Q can do the same job in 96 days. With the help of R, they together complete the whole job in 32 days. Find the number of days taken by R alone in doing the job. ഓക്കെ, അപ്പോൾ 3 പേരുണ്ട്. പി, ക്യു, ആർ, പിന്നെ 3 പേരും കൂടി ഓൾ. ഓക്കെ, പി പ്ലസ് ക്യു പ്ലസ് ആർ. ഇനി പി എത്ര ദിവസം കൊണ്ട്? 80 ദിവസം കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കും. ക്യു 96 ദിവസം കൊണ്ട്. ആർ നമുക്കറിയില്ല. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആർ ദേ ടുഗദർ എല്ലാവരും കൂടി 32 ദിവസം കൊണ്ട് ആ ജോലി തീർക്കും. ഓക്കെ, 32 ദിവസം കൊണ്ട് തീർക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ 80, 96, 32 LCM കണ്ടുപിടിക്കുക. നോക്കാം. 80 എന്ന് പറയുന്നത് 16 ഇൻറ്റു 5 ആണ്. 96 എന്ന് പറയുന്നത് 16 ഇൻറ്റു 6 ആണ്. പിന്നെ 32 എന്ന് പറയുന്നത് 16 ഇൻറ്റു 2 ആണ്. ഓക്കെ, അപ്പോൾ LCM കണ്ടുപിടിക്കാനാണ് ഏറ്റവും വലിയ വാല്യൂ എടുക്കുക. ഇവിടെ കോമൺ അല്ലാത്ത ഫാക്ടേഴ്സ് ഇപ്പോൾ 2 ഇവിടെ 6-നകത്ത് ഉണ്ട്, 5 ആണ് ഇല്ലാത്തത്. കോമൺ അല്ലാത്ത ഫാക്ടേഴ്സ് ഇവിടെ വലിയ നമ്പറിൽ മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്ത വലിയ നമ്പറിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 16 ഇൻറ്റു 6 96 ഇൻറ്റു 5 480. 480 എന്ത് കിട്ടും? LCM. അതാണ് നമ്മുടെ ടോട്ടൽ വർക്ക്. ഓക്കെ, ടോട്ടൽ വർക്ക് എത്രയാണ്? 480. അപ്പോൾ നോക്കാം. ഡേയ്സ് ആണ്. എഫിഷ്യൻസി എത്ര വരും? 80 ഇൻറ്റു 6 ആണ് 480, 6 എഫിഷ്യൻസി. ഇവിടെ 5 എഫിഷ്യൻസി. 96 ഇൻറ്റു 5 ആണ് 480, 5 എഫിഷ്യൻസി. 32 ഇൻറ്റു 15 ആണ് 480. അപ്പോൾ 3 പേരുടെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്രയായി? 15 ആയി അല്ലേ. അപ്പോൾ നോക്കിയാൽ അപ്പോൾ 6ൻ്റെ എഫിഷ്യൻസി എത്ര വരും? 6 + 5 11 + 4 ആണ് 15. ഓക്കെ, അപ്പോൾ 6ൻ്റെ എഫിഷ്യൻസി എത്ര വരേണ്ടത്? 4 ആണ് വരേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പോൾ 6ൻ്റെ എഫിഷ്യൻസി 4 കിട്ടി. ഇനി 6ൻ്റെ ഡേയ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? 6ൻ്റെ ഡേയ്സ് R ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് 480 ഡിവൈഡഡ് ബൈ 6ൻ്റെ എഫിഷ്യൻസി എത്രയാണ്? 4. 480 ഡിവൈഡഡ് ബൈ 4 120. ഓക്കെ ആണല്ലോ. അപ്പോൾ 120 ആണ് 6ൻ്റെ നമ്പർ ഓഫ് ഡേയ്സ്. ഓക്കെ അല്ലേ. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് A + B + C = 5, if A + B + C = 5, then AQ + BQ + C cube, then AQ + BQ + C cube = 185. The value of AB plus BC plus CA lies in between. ഓക്കെ, AB + BC + CAയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ 3 വേരിയബിൾസ് വരുമ്പോൾ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു വേരിയബിൾ 0 ആയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സിക്ക് 0 ഇട്ട് കൊടുത്താൽ എന്ത് വരും? A + B എന്നുള്ളത് എന്ത് വന്നു? 5 വന്നു. AQ + BQ എന്ത് വന്നു? AQ + BQ എന്ത് വന്നു? 185 വന്നു. AB + BC C 0 അല്ലേ. അപ്പോൾ ഇത് രണ്ട് 0 ആയിപ്പോയി. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? AB മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് AB ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം A + B ദ ഹോൾ ക്യൂബിൻ്റെ ഫോർമുല എന്താ? A + B ദ ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു AQ + BQ + 3AB ഇൻറ്റു A + B. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
എ പ്ലസ് ബി എന്ന് പറയുന്നത് 5 ആണ്. 125 ഈസ് ഈക്വൽ ടു എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എത്രയാണ്? 185 പ്ലസ് 3 ഇൻറ്റു എ ബി ഇൻറ്റു എ പ്ലസ് ബി എന്നുള്ളത് 5 ആണ്. അപ്പോൾ 3 ഇൻറ്റു 5 ഇൻറ്റു എ ബി. ഓക്കെ ആണല്ലോ. ഇനി 125 മൈനസ് 185 എത്ര കിട്ടും? -60 ഈസ് ഈക്വൽ ടു 15 എ ബി. ഓക്കെ, -60 ഈസ് ഈക്വൽ ടു 15 എ ബി. എ ബി ഈക്വൽ ടു എത്ര വന്നു? -60 ഡിവൈഡഡ് ബൈ 15 എത്രയാണ്? -4 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? -4 എന്ന് പറയുന്നത് ഏത് റേഞ്ചിലാണ്? -3 ആൻഡ് -7. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 25, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 17 ആൻഡ് എ എക്സ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു 8, ഫൈൻഡ് എ വൈ മൈനസ് ബി എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ തന്നിട്ടുണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ തന്നിട്ടുണ്ട്, എ എക്സ് പ്ലസ് ബി വൈ തന്നിട്ടുണ്ട്, എ വൈ മൈനസ് ബി എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് എ എക്സ് പ്ലസ് ബി വൈയുടെ സ്ക്വയർ ഒന്ന് എടുത്ത് നോക്കാം, പ്ലസ് എ വൈ മൈനസ് ബി എക്സ് അവൻ്റെയും കൂടി സ്ക്വയർ എടുത്ത് നോക്കാം. എന്ത് വരും? സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, എക്സ്പാൻഡ് ചെയ്യുക. എ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 എ ബി എക്സ് വൈ അല്ലേ? ഇതിൻ്റെ എക്സ്പാൻഷൻ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. ഇനി ഇവിടെ എക്സ്പാൻഡ് ചെയ്യുക. എ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് 2 എ ബി എക്സ് വൈ. ഓക്കെ, അപ്പോൾ 2 എ ബി എക്സ് വൈ ക്യാൻസൽ ചെയ്യും. ഇവിടെ എക്സ് സ്ക്വയർ കോമൺ എടുത്താൽ എന്ത് വരും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എക്സ് സ്ക്വയർ കോമൺ എടുത്താൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കോമൺ എടുത്താലോ അവിടെയും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇനി ഇതെങ്ങനെ വരും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കോമൺ എടുക്കുക, അപ്പോൾ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? എ എക്സ് പ്ലസ് ബി വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് എ വൈ മൈനസ് ബി എക്സ് ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പോൾ എന്ത് വന്നു? എ എക്സ് പ്ലസ് ബി വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് എ വൈ മൈനസ് ബി എക്സ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ എക്സ് പ്ലസ് ബി വൈ എന്ന് പറയുന്നത് 8 ആണ്. 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 പ്ലസ് എ വൈ മൈനസ് ബി എക്സ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 25 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് 17 ആണ്. 25 ഇൻറ്റു 17. ഓക്കെ ആണല്ലോ. ഇനി ഇതെന്ത് കിട്ടും? എ വൈ മൈനസ് ബി എക്സ് ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 25 ഇൻറ്റു 17 എത്രയാണ്? 25 ഇൻറ്റു 17 ചെയ്ത് നോക്കുക. 175 എത്ര വന്നു? 25 ഇൻറ്റു 17 5 3 175 25 5 12 425. ഓക്കെ ആണോ? 425. അപ്പോൾ 425 മൈനസ് 64. ഓക്കെ, അപ്പോൾ എ വൈ മൈനസ് ബി എക്സ് ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 425 മൈനസ് 64 എന്ന് പറയുന്നത് 361 ആണ്. അപ്പോൾ എ വൈ മൈനസ് ബി എക്സ് എന്ന് പറഞ്ഞാൽ √361, അതായത് 19. ഓക്കെ ആണല്ലോ. എ വൈ മൈനസ് ബി എക്സ് ദ ഹോൾ സ്ക്വയർ 361 ആണ്. എ വൈ മൈനസ് ബി എക്സ് എന്ന് പറയുമ്പോൾ √361 എന്ന് പറഞ്ഞാൽ എന്താണ്? 19. ഓക്കെ, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി, എ ബി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. ഇഫ് ആംഗിൾ എ ഡി സി ഈസ് ഈക്വൽ ടു 118 ഡിഗ്രി, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആംഗിൾ ബി എ സി. ഓക്കെ, ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആണ് തന്നിട്ടുള്ളത്. അതിൽ എ ബി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്, എ ബി. ഇനി ക്വാഡ്രിലാറ്ററിൽ എ ബി സി ഡി ആണ്, എ ബി സി ഡി. ഓക്കെ ആണല്ലോ. ഇനി തന്നിരിക്കുന്നത് എ ഡി സി എന്ന് പറഞ്ഞാൽ 118 ആണ്. എ ഡി സി 118. ഇത് 118 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എത്ര ആയിരിക്കും? 62 അല്ലേ? സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണ് കേട്ടോ. ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സമ്മ്
180 ഡിഗ്രി ആണ്. അപ്പോൾ ഇത് 118 ആണെങ്കിൽ പ്ലസ് 62, 180 മൈനസ് 118. ഇനി ഇത് ജോയിൻ ചെയ്യാം, എയും സിയും ജോയിൻ ചെയ്താൽ എന്ത് കിട്ടും? ചോദ്യം ബി എ സി ഈ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എ ബി ഡയമീറ്റർ ആണെങ്കിൽ സി സർക്കിളിൻ്റെ ഒരു പോയിൻ്റ് ആണെങ്കിൽ എ ബി സി എന്ന് പറഞ്ഞാൽ ആംഗിളിനെ സെമി സർക്കിൾ പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 90 ഡിഗ്രി ആയി. സി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി, ആംഗിളിനെ സെമി സർക്കിൾ. എ ബി ഡയമീറ്റർ ആയിരിക്കണം, അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇത് 62, ഇത് 90 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? 180 മൈനസ് 90 പ്ലസ് 62. ആംഗിളിനെ സെമി സർക്കിൾ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തത്. അപ്പോൾ 180 മൈനസ് 52, 180 മൈനസ് 152. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി? 28. ഓപ്ഷൻ ഡി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. Due to storm, a tree is broken in a manner that the top of the tree touches the ground and makes an angle of 30 degree with the horizontal plane. If the distance between the base of the tree and the point where the top touches the ground is 6√3, find the original height of the tree. Okay, അപ്പോൾ ഡ്യൂ ടു സ്റ്റോം എന്താണ്? ഒരു ട്രീ മറിഞ്ഞു വീണു. ഓക്കെ, അപ്പോൾ ട്രീ എന്ത് ചെയ്യുക? ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ട്രീ മറിഞ്ഞു വീഴുകയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഈ പോയിന്റിൽ വെച്ചാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഈ പോയിന്റ്, ഈ ലൈൻ എന്താവും? ഇത് ഗ്രൗണ്ടിലേക്ക് ടച്ച് ചെയ്യും അല്ലേ? ഒടിഞ്ഞു വീഴുക എന്ന് പറയുമ്പോൾ ഫിഗർ ഇങ്ങനെ വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക, എ ബി സി. ഈ ഫിഗർ ഒരു ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ ബി പ്ലസ് ഈ ബി സി ആയിരിക്കും ഇവിടെ ടച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഈ ട്രീ ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായി? ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്തു, അപ്പോൾ ഈ പോയിന്റ് ഗ്രൗണ്ടിൽ മുട്ടി. അപ്പോൾ എ ബി പ്ലസ് ബി സി ആയിരിക്കും എന്ത്? ട്രീയുടെ ഹൈറ്റ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഫിഗർ ഒന്നുകൂടി വരയ്ക്കാം. എ ബി സി. ഇനി മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇവിടെ 30 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ സി എത്രയാണ്? 30 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഇനി റേഷ്യോ എഴുതുക. സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ ഇവിടെ 1 വരും, ഹൈപ്പോട്ടന്യൂസിൽ 2 വരും. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എന്ത് വരും? √3 വരും. ഓക്കെ, അപ്പോൾ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആണ്. സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1, 2, 3, 1, 2, √3. ഓക്കെ ആണല്ലോ. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് എന്താണ്? ഇഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബേസ് ഓഫ് ദ ട്രീ, ബേസ് ഇവിടെയാണ്, ബേസ് ഓഫ് ദ ട്രീ ആൻഡ് ദ പോയിന്റ് വെയർ ദ ടോപ്പ് ടച്ചസ് ദ ഗ്രൗണ്ട്, ഇവിടെയാണ് ടോപ്പ് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ എ സി തന്നിട്ടുണ്ട്, എത്രയാണ്? 6√3. അപ്പോൾ എ സി ആണ് 6√3. മനസ്സിലായല്ലോ. എ സിയുടെ റേഷ്യോ എന്താണ്? √3 ആണ്. അപ്പോൾ √3യുടെ വാല്യൂ ആണ് എന്ത് തന്നിരിക്കുന്നത്? 6√3. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്ന ഒറിജിനൽ ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഒറിജിനൽ ഹൈറ്റ് എന്ത് വരും? എ ബി പ്ലസ് ബി സി വരും അല്ലേ? അപ്പോൾ എ ബി പ്ലസ് ബി സി നിങ്ങൾ റേഷ്യോ നോക്കിയാൽ 1 + 2, 3 ആണ് നമുക്ക് വേണ്ടത്. 3 ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, 3 ആണ് വേണ്ടത്. അപ്പോൾ √3 ആണ് 6√3. അപ്പോൾ 3 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? ഇവിടെ ഒരു √3 ഗുണിക്കുക, √3 × √3 ചെയ്യുക. അപ്പോൾ എത്ര വരും? 3 = 6√3 × √3, 6 × 3 എത്ര വന്നു? 18 വന്നു. 18 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? 18 ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. A cube of edge 20 cm is melted to form a cuboid of length 40 cm and breadth 40 cm. Find the diagonal of the cuboid. അപ്പോൾ ഏതെങ്കിലും ഒരു ഷേപ്പ് വേറൊരു ഷേപ്പായിട്ട് മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ വോളിയം സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിയാൽ വോളിയം ഓഫ് ക്യൂബ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ക്യൂബോയിഡ്. ഓക്കെ, വോളിയം ഓഫ് ക്യൂബ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ക്യൂബോയിഡ്. വോളിയം ഓഫ് ക്യൂബ് എന്താണ്? എ ക്യൂബാണ്. അപ്പോൾ എഴുതുക 20 × 20 × 20 ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ക്യൂബോയിഡ് എന്താണ്? L × B × H, ലെങ്ത് × ബ്രെഡ്ത്ത് × ഹൈറ്റ് ആണ്. ഹൈറ്റ് തന്നിട്ടില്ല. 40 × 40 × ഹൈറ്റ്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് എത്ര കിട്ടി? ഹൈറ്റ് ഈസ് ഈക്വൽ ടു, ഇത് കട്ട് ചെയ്യാം, 20 × 2 ആണ് 40, 20 × 2
2 ആണ് 40, 2 ഇൻറ്റു 2 4 വന്നു, 4 ഇൻറ്റു 5 ആണ് 20. ഓക്കെ, അപ്പോൾ എച്ച് എത്ര കിട്ടി? ഹൈറ്റ് 5 കിട്ടി. ചോദിച്ചിരിക്കുന്നത് ഫൈൻ ദ ഡയഗണൽ ഓഫ് ദി ക്യൂബോയിഡ് ആണ്. ഡയഗണലിൻ്റെ ഫോർമുല ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റൂട്ട് ഓഫ് 40 സ്ക്വയർ എത്ര വന്നു? 1600 പ്ലസ് ബ്രെഡ്ത്ത് സ്ക്വയർ 1600 പ്ലസ് ഹൈറ്റ് 5 ആണ്, അവൻ്റെ സ്ക്വയർ 25. ഓക്കെ, അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3225 എന്ന് കിട്ടും. ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3225. ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 25 വെച്ച് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 25 ഇൻറ്റു എത്ര വരും? 129 അല്ലേ? 72 129. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു റൂട്ട് ഓഫ് 25 ഇൻറ്റു 129. 25 പുറത്തെടുക്കാമല്ലോ. 5 റൂട്ട് 129 വരും. 5 റൂട്ട് 129. ഓപ്ഷൻ ഡി. ഓക്കെ ആണല്ലോ? 5 റൂട്ട് 129. അടുത്ത ക്വസ്റ്റ്യൻ. If a total sum of 12,050 is lent at both CI and SI at 10% per annum for 2 years, such that the amount received is the same, and find the sum lent at CI. ഓക്കെ, അതായത് ഒരു സം ഉണ്ട്, എത്രയാണ്? 12,050. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഈക്വലായിട്ടുള്ള, പക്ഷേ ഒരു ഭാഗം CI കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടും മറ്റൊരു ഭാഗം സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ടും കൊടുത്തു. എത്ര റേറ്റ് എത്രയാണ്? 10% 2 വർഷത്തേക്ക്. ഓക്കെ, അപ്പോൾ 2 വർഷത്തിന് ശേഷം റിസീവ് ചെയ്ത എമൗണ്ട് എന്തായി? സെയിം ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദി സം ലെൻഡ് അറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് കൊടുത്ത സമ്മ് എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ ആണല്ലോ? അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് കൊടുത്ത സമ്മ് എക്സ് ആണെന്ന് വിചാരിക്കുക, സിമ്പിൾ ഇൻട്രസ്റ്റിന് കൊടുത്ത സമ്മ് വൈ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നോക്കിയേ എത്രയാണ്? 10% 2 കൊല്ലത്തേക്ക് എന്ന് പറയുന്നത് എഫക്റ്റീവ് പെർസെൻറ്റേജ് ആണ്. A + B + AB / 100 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ 10 + 10 + 10 × 10/100 ഇതെത്ര വന്നു? 21% ആണ്. ഓക്കെ, 21%. അപ്പോൾ 2 വർഷത്തേക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 10% വെച്ച് എഫക്റ്റീവ് പെർസെൻറ്റേജ് എത്രയായി? 21% ആയി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ ആ എമൗണ്ട് എത്ര വരും? 121% വരും. മനസ്സിലായല്ലോ? അതായത് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പൾ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ പ്രിൻസിപ്പൾ നമ്മൾ 100% എടുക്കുന്നത്. ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 21 വന്നു, അപ്പോൾ എമൗണ്ട് 121%. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിലോ? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ റേറ്റ് 10% ആണ്. 2 വർഷത്തേക്ക് 2 വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര വരും? ടോട്ടൽ 20% വരും. ഒരു വർഷം 10% ആണെങ്കിൽ 2 വർഷം 20%. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് എത്ര വരും? 120% വരും. ഓക്കെ അല്ലേ? 120% വരും. ഇനി ഇവിടെ നോക്കാം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് എക്സ് അല്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന് കൊടുത്ത സമ്മാണ് എക്സ് കേട്ടോ. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ സമ്മാണ് വൈ. അപ്പോൾ എക്സ് ഇൻറ്റു എത്രയാണ്? 121. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണല്ലോ, 121% ആണ് എന്ത്? എമൗണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു എത്രയാണ്? 120%. ഏതാ? സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട്. ഓക്കെ അല്ലേ? ക്യാൻസൽ ചെയ്യാം. 100 ക്യാൻസൽ ചെയ്തു, പെർസെൻറ്റേജ് ക്യാൻസൽ ചെയ്തു. അവസാനം x/y എന്നുള്ളത് എന്ത് വന്നു? x/y എന്നുള്ളത് 120 / 121. ഓക്കെ ആണല്ലോ? എക്സ് എന്നുള്ളത് എന്ത് കിട്ടി? 120. വൈ എന്നുള്ളത് എന്ത് കിട്ടി? 121. ഓക്കെ, അപ്പോൾ ഇനി എക്സ് പ്ലസ് വൈ ആണ് ടോട്ടൽ എമൗണ്ട്, എക്സ് പ്ലസ് വൈ ആണ് ടോട്ടൽ സം. എത്രയാണ്? 241. 120 + 121 എത്രയാണ്? 241. ഇതാണ് ടോട്ടൽ സമ്മ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ടോട്ടൽ സം എത്രയാണ്? 12,050. അപ്പോൾ 241 ആണ് എന്ത്? 12,050. അങ്ങനെയാണെങ്കിൽ 1ൻ്റെ വാല്യൂ എത്രയായിരിക്കും? 12,050 / 241. ഇതെത്രയാണ്? 50. 241 × 5 ആണ് 1205. ഇവിടെ ഒരു 0 കൂടി ഉണ്ട്, 50. അപ്പോൾ 1ൻ്റെ വാല്യൂ 50. ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി സം ലെൻഡ് അറ്റ് CI. CIയുടെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് CIയുടെ സമ്മ്? ഇവിടെ എക്സ് ആണ്, എക്സിൻ്റെ വാല്യൂ 120 ആണ്. അപ്പോൾ 1ൻ്റെ വാല്യൂ 50, 120യുടെ വാല്യൂ എത്ര കിട്ടി? 120 × 50. ഇതെത്രയാണ്? 6,000. ഓക്കെ,
അപ്പോൾ ആൻസർ 6000, ഓപ്ഷൻ സി. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. If two triangles are similar and the ratio of their perimeters are in the ratio 72:43.2, find the ratio of their areas. ഓക്കെ, അപ്പോൾ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ ഏരിയയുടെ റേഷ്യോ, അതായത് √(a1/a2) ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് ദെയർ സൈഡ്സ് s1/s2 ഈസ് ഈക്വൽ ടു റേഷ്യോ ഓഫ് ദെയർ പെരിമീറ്റർ p1/p2. ഓക്കെ, അതായത് √(a1/a2) എന്ന് പറയുന്നത് s1/s2 ആണ്, സൈഡ്സിൻ്റെ റേഷ്യോ വിച്ച് ഇസ് ഈക്വൽ ടു പെരിമീറ്ററിൻ്റെ റേഷ്യോ. ഓക്കെ ആണോ? ഇനി ഇവിടെ നോക്കിയേ, അപ്പോൾ എന്ത് വരും? ഏരിയയുടെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. √(a1/a2) ഇസ് ഈക്വൽ ടു p1 എത്രയാണ്? 72 ഡിവൈഡഡ് ബൈ 43.2 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 432 ആയി, ഇവിടെ 720 ആയി. ഓക്കെ ആണോ? ഇനി 36 വെച്ച് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇത് എത്ര വരും? 20 വരും. ഇവിടെ എത്ര വരും? 12 വരും. ഓക്കെ, 360 ഇൻറ്റു 10 ആണ് 360. 360 ഇൻറ്റു 2 72. രണ്ടും കൂടി കൂട്ടിയാൽ 432. അപ്പോൾ 20/12. വീണ്ടും 4 വെച്ച് കട്ടിയാലോ? അപ്പോൾ എത്ര വന്നു? 5/3 വന്നു. ഓക്കെ, 5/3. അപ്പോൾ √(a1/a2) 5/3 ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയയുടെ റേഷ്യോ a1/a2 എന്ന് പറഞ്ഞാൽ എത്ര വരും? സ്ക്വയർ ചെയ്യുക, 25/9. ഓക്കെ, 25/9, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ട്രയാങ്കിൾ ABC, external angle bisectors of B and C are extended to meet on P, where angle A equal to 70 degree. What will be the value of angle BPC? ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ABC. ഇതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾസ് മീറ്റ് ചെയ്യാണ്. എക്സ്റ്റീരിയർ ആംഗിൾ ബൈസെക്ടേഴ്സ്, എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടേഴ്സ് ഓഫ് ബിയും എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടർ ഓഫ് സിയും കൂടി മീറ്റ് ചെയ്യാണ്. അപ്പോൾ എങ്ങനെ വരും? ഇങ്ങനെ വരും. ഓക്കെ, ഇതാണ് ബൈസെക്ടേഴ്സ്. ദേ മീറ്റ് അറ്റ് ദ പോയിന്റ് P. അപ്പോൾ ഈ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദി ആംഗിൾ ഓഫ് BPC ഇഫ് ആംഗിൾ A ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. ഈ ആംഗിൾ തന്നിട്ടുണ്ട് 70. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ ഈ എക്സ്റ്റേണൽ ആംഗിളിൻ്റെ ഫോർമുല BPC, അതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ ആംഗിൾ BPC ഈസ് ഈക്വൽ ടു, നിങ്ങൾ നോട്ട് ചെയ്യുക, 90 - a/2 ആണ്. ഓക്കെ, ആംഗിൾ 90 - a/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ആംഗിൾ BPC ഈസ് ഈക്വൽ ടു 90 - a 70 ആണ്, എയുടെ പകുതി 35. അപ്പോൾ 90 - 35 എന്ന് പറയുന്നത് 55 ആണ്. ആംഗിൾ എത്രയാണ്? ആൻസർ 55, ഓപ്ഷൻ സി. ഓക്കെ ആണല്ലോ. ഫോർമുല നോട്ട് ചെയ്യുക. ഈ ആംഗിൾ ഇവിടെ നോക്കിയേ, ആംഗിൾ ഉണ്ട്, എക്സ്റ്റേണൽ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യാണ്. ബിയും സിയുടെ എക്സ്റ്റേണൽ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യാണ്, BPC. അങ്ങനെയാണെങ്കിൽ ആംഗിൾ BPC എന്ന് പറയുന്നത് 90 - a/2 ആണ്. ഇനി ഇൻറ്റേർണൽ ബൈസെക്ടേഴ്സ് ആണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ വരും ഫിഗർ. ഓക്കെ, ഇൻറ്റേർണൽ ബൈസെക്ടേഴ്സ് ആണ് മീറ്റ് ചെയ്യണമെങ്കിൽ ഫിഗർ ഇങ്ങനെ വരും. അപ്പോൾ ഇത് P' ആയിരുന്നെങ്കിൽ ആംഗിൾ BP'C, ആംഗിൾ BP' എന്ന് പറയുന്നത് 90 + a/2 ആണ്. നോട്ട് ചെയ്യുക, 90 + a/2 ആണ് ഈ ആംഗിൾ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ സർക്കിൾ AB is the diameter having center O. If C is point on circumference of circle and angle CAB is equal to 42 degree, find the angle COB. ഓക്കെ, അപ്പോൾ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, AB ഡയമീറ്റർ ആണ്, AB is the diameter, അപ്പോൾ സെൻറ്റർ O ആയിരിക്കും. ഇനി ഇഫ് C is a point on the circumference of the circle, അപ്പോൾ C ഒരു പോയിൻ്റ് ആണെന്ന് വിചാരിക്കുക, നമ്മൾ ജോയിൻ ചെയ്തു. ഇനി CAB എത്രയാണ്? 42 ആണ്. CAB 42 ആണ്. ഇനി ആംഗിൾ ഇൻ എ സെമി സർക്കിൾ, AB ഡയമീറ്റർ ആണ്, അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. ഇത് മനസ്സിൽ വിചാരിക്കുക. ഇനി ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി ആംഗിൾ COB എന്നാണ്. COB. ഓക്കെ, സിയും ഓയും ജോയിൻ ചെയ്തു, COB. ഈ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞു സർക്കിളിൻ്റെ പ്രോപ്പർട്ടി നോക്കിയേ. ആർക്ക് CB സെൻറ്ററിനെ സബ്റ്റെൻഡ് ചെയ്യുന്നു, COB. ആർക്ക് CB
സർക്കിളിലെ ഒരു പോയിന്റിനെ സബ്റ്റെൻഡ് ചെയ്യുന്നു, CAB. അങ്ങനെയാണെങ്കിൽ ഇത് 42 ആണെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഈ ആംഗിൾ COB. എത്രയാണ്? 84. ഓക്കെ ആണോ? അപ്പോൾ ഉത്തരം 84, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. A boat travels a certain distance having ratios of downstream and upstream as 5:2. If the boat travels 80 km downstream and 50 km upstream, then it will take 8.2 hours. Find the speed of downstream of boat. ഇപ്പോൾ ഇത് ബോട്ട് ആൻഡ് സ്ട്രീംസിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അപ്സ്ട്രീം U, സ്റ്റിൽ വാട്ടർ S, ഡൗൺ സ്ട്രീം D, സ്പീഡ് ഓഫ് കറണ്ട് C. ഇങ്ങനെ ആക്കി എടുക്കുക. ഇവിടെ നോക്ക്, ഈ U+D/2 ആയിരിക്കും S, D-U/2 ആയിരിക്കും C. ഒരു ഫോർമുലയാണ്, നിങ്ങൾ നോട്ട് ചെയ്യുക. സ്പീഡ് ഓഫ് സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ, സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ U+D/2 ആയിരിക്കും. സ്പീഡ് ഓഫ് കറണ്ട് C = D-U/2 ആയിരിക്കും. ഇനി അപ്പോൾ നേരെ ഇനി D എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? S+C ആയിരിക്കും. U എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? U എന്ന് പറഞ്ഞാൽ S-C ആയിരിക്കും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇതാണ് ഫോർമുല, നോട്ട് ചെയ്യുക. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക. എ ബോട്ട് ട്രാവൽസ് എ സർട്ടൺ ഡിസ്റ്റൻസ് ഹാവിങ് റേഷ്യോസ് ഓഫ് ഡൗൺ സ്ട്രീം ആൻഡ് അപ്സ്ട്രീം ആസ് 5:2. അപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡ് 5x എടുക്കുക, അപ്സ്ട്രീം സ്പീഡ് എത്രയാണ്? 2 ആണ്, 2x എടുക്കുക. ഇനി ഇഫ് ദ ബോട്ട് ട്രാവൽസ് 80 km ഡൗൺ സ്ട്രീം, അപ്പോൾ ആ ടൈം എത്രയായി? 80 km ഡൗൺ സ്ട്രീം ആണ്, 80/5x പ്ലസ് 50 km അപ്സ്ട്രീം, അപ്പോൾ ആ ടൈം 50 അപ്സ്ട്രീം സ്പീഡ് എത്രയാണ്? 2x. ഇനി ടോട്ടൽ ടൈം എത്രയാണ്? 8.2. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? 82/10 എന്ന് എഴുതി. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുക. 80/5 16 ആണ്, 50/2 25 ആണ്, എക്സ് കോമൺ LCM ആണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുക. 41/x = 82/10. ഓക്കെ ആണോ? 41 × 2 ആണ് 82, 2/10 എന്ന് പറയുന്നത് 1/5 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 5 കിട്ടി. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5 ആണ്. എക്സിൻ്റെ വാല്യൂ 5. ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ഡൗൺ സ്ട്രീം ആണ്. ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് 5x ആണ്. അപ്പോൾ എത്ര വന്നു? 5 × 5. എക്സിൻ്റെ വാല്യൂ 5 ഇട്ട് കൊടുക്കുക, 25. ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് 5 × 5 25. അപ്പ് സ്ട്രീമാണ് ചോദിച്ചിരുന്നെങ്കിൽ 2 × 5 10. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. സെല്ലിംഗ് പ്രൈസ് ഓഫ് എൻ ഐറ്റം ഈസ് 5 lakh. When it is sold at 28% profit, what will be the selling price when it is sold at 32% profit? ഓക്കെ, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? സെല്ലിംഗ് പ്രൈസ്, ഒരു ആർട്ടിക്കിളിൻ്റെ സെല്ലിംഗ് പ്രൈസ് 5 lakh ആണ്. എത്ര? 28% പ്രോഫിറ്റിന് വിൽക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ 32% പ്രോഫിറ്റിന് വിൽക്കുകയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം കോസ്റ്റ് പ്രൈസ് 100% എടുക്കുക. ഓക്കെ, കോസ്റ്റ് പ്രൈസ് 100% ആണെങ്കിൽ ആദ്യത്തെ പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് 28% ആണ്. അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയായിരിക്കും? 128%. മനസ്സിലായല്ലോ? അപ്പോൾ നോക്കിയേ, 128% ആണെന്ത്? 5 lakh. അപ്പോൾ അത് എഴുതുക. 128% ആണെന്ത്? 5 lakh. ഓക്കെ, അപ്പോൾ 1% എന്ന് പറഞ്ഞാൽ എന്താണ്? 5 lakh / 128. ഓക്കെ ആണോ? ഇനി ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ദ സെല്ലിംഗ് പ്രൈസ് വെൻ ഇറ്റ് ഈസ് സോൾഡ് അറ്റ് 32% പ്രോഫിറ്റ്. അപ്പോൾ നോക്കിയേ, അപ്പോൾ രണ്ടാമത്തെ കേസിൽ പ്രോഫിറ്റ് 32% ആണ്. അപ്പോൾ അവിടെ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 100 + 32 132% വരും. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ 1% ഇത്രയാണ്. അങ്ങനെയാണെങ്കിൽ 132% കണ്ടുപിടിക്കുക. 132% എന്ന് പറയുന്നത് 5 lakh / 128 × 132. ഓക്കെ, 4 വെച്ച് കട്ട് ചെയ്യാം. 3 2 ഇവിടെ എന്ത് വന്നു? 33. ഓക്കെ, അപ്പോൾ 5 lakh × 33 / 32. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇൻറ്റു 33 ആണ്. അപ്പോൾ ഇൻറ്റു 33 എന്ന് പറഞ്ഞാൽ 3 × 11 ആണ്. അപ്പോൾ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാതെ നമുക്ക് ഓപ്ഷനിൽ
11ൻ്റെ മൾട്ടിപ്പിൾ ഉണ്ടോ എന്ന് നോക്കാം. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വല്ല നമ്പറും കിടപ്പുണ്ടോ എന്ന് നോക്കാം 11ൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ എങ്ങനെ ചെക്ക് ചെയ്യും? ഓഡ് പൊസിഷനുള്ള നമ്പർ ആഡ് ചെയ്യുക, ഈവൻ പൊസിഷനുള്ള നമ്പർ ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക. ഒന്നില്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. അപ്പോൾ നോക്കിയേ 5 + 5 10, 10 + 1 11. ഇനി ഓഡ് നോക്കിയേ 0 + 5 5, 5 + 5 10, 11 - 10 1 വന്നു. അപ്പോൾ ഇതല്ല. ഓക്കെ, ഇതല്ല. ഇനി ഇവിടെ നോക്കിയേ 5 + 5 10, 10 + 2 12, 12 മൈനസ്, ഇനി ഇവിടെ നോക്കുക 1 + 6 7, 7 + 5 12, അപ്പോൾ 12 - 12 0. ഓക്കെ, അപ്പോൾ ഇത് 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. ബാക്കി രണ്ട് ഓപ്ഷനും കൂടി ചെക്ക് ചെയ്യുക. 5 + 5 10, 10 + 2 12. ഇനി 2 + 6 8, 8 + 5 13. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? 11ൻ്റെ മൾട്ടിപ്പിളോ 0 അല്ല. ഇനി ഇവിടെ നോക്കിയേ, ഇതൊരിക്കലും അല്ല. 5 + 5 10, 10 - 1 9. ഇതും 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ആകെ ഈ ഓപ്ഷനിൽ 11ൻ്റെ മൾട്ടിപ്പിൾ. ഇത് നിങ്ങൾ ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്. നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഭയങ്കര എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ആകെ ഒരു 11ൻ്റെ മൾട്ടിപ്പിൾ ഉള്ളത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇതായിരിക്കും ആൻസർ. നിങ്ങൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക, ഇത് കിട്ടുന്നു നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് 3p - 5m, if 3p - 5m is equal to 5 and pm is equal to 6, then what will be the value of 9p square minus 25m²? അപ്പോൾ നോക്കി 9p square minus 25m² ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇവന് നമുക്ക് എങ്ങനെ എഴുതാം? 3p the whole square എന്ന് എഴുതാം, മൈനസ് 5m the whole square എന്ന് എഴുതാം. അപ്പോൾ അതെന്തായി? a² - b² ആയി. a + b × a - b സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3p + 5m ഇൻറ്റു 3p - 5m. ഓക്കെ ആണല്ലോ. ഇനി 3p - 5m നമ്മുടെ കയ്യിലുണ്ട്. 3p + 5m ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെന്ത് ചെയ്യുക? 3p - 5m, 3p - 5m = 5 സ്ക്വയർ ചെയ്യുക. 9p² + 25m² മൈനസ് 2 × 3 × 5 × pm = 25. ഓക്കെ, അപ്പോൾ 9p² + 25m² മൈനസ് 2 × 3 6 × 5 30 pm = 25. ഇനി ഇവിടെ +30 ആക്കിയാൽ എന്താണ്? a + b the whole square ഫോമായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. 9p² + 25m² പ്ലസ് 60 pm ആഡ് ചെയ്യുക. 60 pm മൈനസ് 30 pm, ഇവിടെയുള്ള മൈനസ് 30 pm = 25 + 60 pm. ഓക്കെ, 25 + 60 pm. ഇവിടെ നോക്കിയേ a² + b² + 60 - 30 pm എത്രയാണ്? 30 pm. ഇതെന്താണ്? 2ab ആണ്. അപ്പോൾ നോക്കിയേ, അപ്പോൾ നമുക്കിത് എന്ത് എഴുതാം? 3p + 5m the whole square is equal to, ഇതെന്ത് വരും? 25 + 60 × pm. pmൻ്റെ വാല്യൂ 6 ആണ്. അപ്പോൾ ഇവിടെ pmൻ്റെ വാല്യൂ 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 60 × 6 360 + 25 എത്ര വന്നു? 385. അപ്പോൾ 3p + 5m എന്ന് പറയുന്നത് എന്തായി? √385. ഓക്കെ, ± √385. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിയേ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3p + 5m നമുക്കിപ്പോൾ ± √385 എന്ന് കിട്ടി. 3p - 5m ഇവിടെ തന്നിട്ടുണ്ട് 5 ആണ്. അപ്പോൾ ± 5 × √385. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. എ റൂം ഹാസ് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആസ് 28, 4 and 10. ഫൈൻഡ് ദ ലോങ്ങസ്റ്റ് ലാഡർ ദാറ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻസൈഡ് ദ റൂം. അപ്പോൾ ലോങ്ങസ്റ്റ് ലാഡർ എന്ന് പറയുന്നത് എന്താണ്? ഡയഗണലാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഫിഗർ. ഓക്കെ, അപ്പോൾ ഡയഗണലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡയഗണലിൻ്റെ ഫോർമുല എന്താണ്? d = √L² + b² + h². L എത്രയാണ്? 28. അവൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 784 ആണ്. b എന്ന് പറയുന്നത് 4 ആണ്, 16. ഇനി h 10 ആണ്, h² 100. 784 + 16 800 + 100 900. √900 വരും. ആൻസർ എത്ര വന്നു?
30. ഓക്കെ, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 30 ആണ്, ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. The price of a scooter is increased by 20%. Then what will be the decrease in consumption if the total expenditure for the scooter remains same? പ്രൈസ് ഇൻക്രീസ് ചെയ്തു, എത്രയാണ്? 20% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്ര കൺസംഷനിൽ എത്ര ഡിക്രീസ് ഉണ്ടായാലാണ് എക്സ്പെൻഡിച്ചർ സെയിം ആയിട്ടിരിക്കുക? അപ്പം നമുക്കറിയാം എക്സ്പെൻഡിച്ചറിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ കൺസംഷൻ ഇൻറ്റു റേറ്റ് ആണ്. എക്സ്പെൻഡിച്ചറിൻ്റെ ഫോർമുല കൺസംഷൻ ഇൻറ്റു റേറ്റ് ആണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ കോൺസ്റ്റൻ്റ് ആയാൽ എന്ത് പറ്റും? ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു കൺസംഷൻ ആണ്, അല്ലെങ്കിൽ കൺസംഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ആണ്. അപ്പോൾ നോക്കിയേ, അപ്പോൾ എന്താണ് ഇവിടെ? പ്രൈസ് 20% ഇൻക്രീസ് ചെയ്തു. 20%ൻ്റെ ഫ്രാക്ഷൻ 1/5 ആണ് അല്ലേ? അപ്പോൾ നോക്കുക, പ്രൈസ് എന്ന് പറയുന്നത് എന്തായി? 5 എന്നുള്ളത് എന്തായി? 6 ആയി. ഓക്കെ, 5ൽ നിന്ന് 1 ആഡ് ചെയ്യുക, 6 ആയി, പുതിയ പ്രൈസ്. ഇനി അപ്പോൾ കൺസംഷൻ എങ്ങനെ വരും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഇതിൻ്റെ നേരെ റിവേഴ്സ് വരും. അതായത് 6 എന്നുള്ളത് എന്താവണം? 5 ആവണം. ഓക്കെ, 6 എന്നുള്ളത് 5 ആയി, നേരെ തിരിഞ്ഞു വരും. നിങ്ങൾ നോക്കിയാൽ പ്രൈസ് ഇൻറ്റു കൺസംഷൻ നോക്കാം. 5 × 6 30 ആണ്, 6 × 5 30 ആണ്. എക്സ്പെൻഡിച്ചർ മാറുന്നില്ല. അപ്പോൾ നോക്കിയാൽ കൺസംഷൻ 6ൽ നിന്ന് 5 ആയി. ഈ പെർസെൻറ്റേജ് അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. നോക്കിയേ, 6ൽ നിന്ന് 5 ആയി, എത്ര ഡിക്രീസ് ചെയ്തു? 1 ഡിക്രീസ് ചെയ്തു. എവിടെ നിന്നാണ് ഡിക്രീസ് ചെയ്തത്? 6ൽ നിന്നാണ് ഡിക്രീസ് ചെയ്തത്. അപ്പോൾ 1/6 × 100. 1/6 × 100 എന്ന് പറഞ്ഞാൽ 16 2/3% ആണ്. ഇതെങ്ങനെ കിട്ടും? 50/3 എന്ന് കിട്ടും. എത്രയാണ്? 16 2/3%. ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. When a number n is divided by 6, it gives 5 as remainder. Then what will be the remainder if 9n is divided by 6? ഓക്കെ, അപ്പോൾ ഒരു നമ്പർ n എന്ന് പറയുന്ന നമ്പർ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ ആദ്യം റിമൈൻഡർ കിട്ടുന്നത് എത്രയാണ്? 5 ആണ്. ഓക്കെ, അപ്പോൾ n എന്ത് ചെയ്യുക? ഒരു എക്സാമ്പിൾ എടുക്കുക. 5 റിമൈൻഡർ കിട്ടുന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ എടുക്കുക. ഞാനെടുത്തു. n 11 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 6 വെച്ച് ഹരിച്ചാൽ ഇവിടെ റിമൈൻഡർ എത്ര കിട്ടും? 5 കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ചോദിച്ചിരിക്കുന്നത് വാട്ട് വിൽ ബി ദ റിമൈൻഡർ ഇഫ് 9n ഈസ് ഡിവൈഡഡ് ബൈ 6 എന്നാണ്. അപ്പോൾ n 11 ആണെങ്കിൽ 9n എന്ന് പറയുന്നത് എന്താണ്? 99 ആണ്. 99 ഡിവൈഡഡ് ബൈ 6ൻ്റെ റിമൈൻഡർ 3 ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി. നിങ്ങൾ ചെയ്ത് നോക്കുക. 99 ഡിവൈഡഡ് ബൈ 6 എത്രയാണ്? 16. 96 റിമൈൻഡർ 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ സെമി സർക്കിൾ ഈസ് ഹാവിംഗ് ഡയമീറ്റർ 5.6 മീറ്റർ. ദെൻ ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദി സെമി സർക്കിൾ. ഓക്കെ, അപ്പോൾ ഒരു സെമി സർക്കിൾ വരയ്ക്കുക. ഇവിടം വരെയുള്ള പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ പെരിമീറ്റർ എത്രയാണ്? 2πr. അപ്പോൾ അതിൻ്റെ പകുതിയായിരിക്കും എത്രയാണ്? πr. ഓക്കെ, അപ്പോൾ ഈ ഇവിടം വരെയുള്ള പെരിമീറ്റർ πr. ഇനി ഇത്രയും ഡിസ്റ്റൻസ് എത്രയാണ്? ഡയാമീറ്റർ ആണ് അല്ലേ? ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × റേഡിയസ് ആണ്. അപ്പോൾ ഒരു സെമി സർക്കിളിൻ്റെ ടോട്ടൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? P = πr + 2r. അവിടുന്ന് 6 കോമൺ എടുത്താലോ എന്ത് പറ്റും? π + 2 വരും. 6 കോമൺ എടുത്താൽ π + 2. അപ്പോൾ പെരിമീറ്റർ = 6 കോമൺ എടുക്കുക. π എത്രയാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 22/7 + 2. ഇത് എത്ര വരും? P = 36/7r. ഓക്കെ, P = 36/7r. അപ്പോൾ ഈ ഒരു റിലേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇത് കോൺസ്റ്റൻ്റ് ആണ്. P = 36/7r. എന്താണ്? സെമി സർക്കിളിൻ്റെ പെരിമീറ്റർ ആണ്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 36/7 × r എത്രയാണ്? 5.6 ആണ് ഡയമീറ്റർ. അപ്പോൾ റേഡിയസ് 2.8 വരും. 2.8. ഓക്കെ ആണോ? 2.8 ഡിവൈഡഡ് ബൈ 7 0.4 ആണ്. 36 × 0.4 എന്ന് പറഞ്ഞാൽ 14.4 ആണ്. അപ്പോൾ ഉത്തരം 14.4. ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ആവറേജ് എക്സ്പെൻഡിച്ചർ ഓഫ് എ മാൻ ഫോർ 3 months ഈസ് 2400. അപ്പോൾ എക്സ്പെൻഡിച്ചർ ആണ് 2400. എത്രയാണ്? 3 മാസത്തേക്ക്. അപ്പോൾ എത്ര കിട്ടി? 7200 അല്ലേ? ആവറേജ് എക്സ്പെൻഡിച്ചർ 2400 ആണ് 3 മാസത്തേക്ക്. അപ്പോൾ ടോട്ടൽ എത്രയാണ്? 2400 × 3 7200. ഫോർ നെക്സ്റ്റ് 4 months ഈസ് 4800. 4800. അപ്പോൾ അടുത്ത എക്സ്പെൻഡിച്ചർ എത്രയാണ്? 4 മാസത്തേക്കുള്ള എക്സ്പെൻഡിച്ചറിൻ്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 4800 × 4 എത്ര കിട്ടി?
192,000. ഓക്കെ, ഇനി ആൻഡ് ഫോർ റിമൈനിങ് 5 months ഈസ് 3500. അപ്പോൾ ഇനി അടുത്ത 5 മാസത്തേക്കുള്ള ആവറേജ് എക്സ്പെൻഡിച്ചർ 3500 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി? E3 ഈസ് ഈക്വൽ ടു 3500 ഇൻറ്റു 5. ഇതെത്രയാണ്? 175,000. ഓക്കെ, അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എടുക്കുക. എത്ര വരും? 0, 0, 2 + 2 4, 4 + 5 9, 7 + 9 16 + 7 23, 2, 2 + 1 3, 3 + 1 4. 43,900 ആണ് ആ വർഷത്തെ അയാളുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. മനസ്സിലായല്ലോ? ഇനി ആൻഡ് ദ ആനുവൽ സേവിങ്സ് ഓഫ് ദ മാൻ ഈസ് 3,500. അപ്പോൾ ആനുവൽ എക്സ്പെൻഡിച്ചറാണ് ഈ. ആനുവൽ സേവിങ്സ് എത്ര കിട്ടി? 3,000. ഇത് 43,900. ഇനി ആനുവൽ സേവിങ്സ് എത്ര കിട്ടി? 3,500 കിട്ടി. നമുക്കറിയാം ടോട്ടൽ ഇൻകം, ആനുവൽ ഇൻകം എന്ന് പറയുന്നത് ആനുവൽ എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് ആണ് അല്ലേ? അപ്പോൾ I ഈസ് ഈക്വൽ ടു എത്ര വന്നു? 43,900 പ്ലസ് 3,500. കൂട്ടി നോക്കുക. 0, 0, 4, 7, 47,400. അപ്പോൾ ടോട്ടൽ ആനുവൽ ഇൻകം 47,400 കിട്ടി. പക്ഷേ ചോദിച്ചിരിക്കുന്നത് മന്ത്ലി ഇൻകം ആണ്. മാനിൻ്റെ മന്ത്ലി ഇൻകം ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 12 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 12 ചെയ്താൽ 3,114. അപ്പോൾ 3950. ഓക്കെ, 12 × 3 36, റിമൈൻഡർ 11 ആണ്. 114 വന്നു. 12 × 9 108 ആണ്. റിമൈൻഡർ 6 വന്നു. ഇവിടെ 0 വന്നപ്പോൾ 60 ആയി. 12 × 5 60 ആണ്. അപ്പോൾ 3950 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. There are 2 concentric circles having radius capital R and small r. If the sum of radii is 286 cm and the difference of area between 2 circles is 50,336 square centimeter, find the values of capital R and R. അപ്പോൾ ഒരു കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും. ഇനി റേഡിയസ് ക്യാപിറ്റൽ ആറും സ്മോൾ ആർ ആണ്. അപ്പോൾ ഇത് സ്മോൾ ആർ ആണെങ്കിൽ ഇതെന്തായി? ക്യാപിറ്റൽ ആർ ആയി. ഓക്കെ, ഇനി സം ഓഫ് റേഡിയ തന്നിട്ടുണ്ട് അല്ലേ? R + R. R + R എത്രയാണ് തന്നിരിക്കുന്നത്? 286. R + R = 286. ഡിഫറൻസ് ഓഫ് ഏരിയ ബിറ്റ്വീൻ 2 സർക്കിൾ. ഡിഫറൻസ് ഓഫ് ഏരിയ ആണ്. ഡിഫറൻസ് ഓഫ് ഏരിയ ബിറ്റ്വീൻ 2 സർക്കിൾ. അപ്പോൾ ഈ 2 സർക്കിളിൻ്റെ ഇടയിലുള്ള ഏരിയ ആണ് തന്നിരിക്കുന്നത്. അത് എത്രയാണ്? π × r² - r² ആണ് അല്ലേ? π × πr². വലിയ സർക്കിൾ πr² മൈനസ് ചെറിയ സർക്കിളിൻ്റെ ഏരിയ πr². സ്മോൾ. അപ്പോൾ എന്ത് കിട്ടി? π × r² - r². ഇത് എത്രയാണ് തന്നിരിക്കുന്നത്? 50,336. ഓക്കെ, 50,336. ഇനി ഇത് a² - b² ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 22/7 ഇൻറ്റു a - b, r - r, r - r ഇൻറ്റു a + b, r + r. അത് എത്രയാണ് തന്നിരിക്കുന്നത്? 286 തന്നിട്ടുണ്ട്. ഈക്വൽ ടു 50,336. ഓക്കെ, സോൾവ് ചെയ്യാം. 11 വെച്ച് കട്ട് ചെയ്യാം. 11 × 2 ആണ് 22. ഇതെത്ര വരും? ഇവിടെ 4 വരും. 44, റിമൈൻഡർ 6 63, 5 83, 7 66, 4576 വരും. ഇനി വീണ്ടും കട്ട് ചെയ്യാം. 4576 എന്നുള്ളത് 22 8 8 2288 വരും. അപ്പോൾ r - r എന്ത് വന്നു? r - r = 2288 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 286. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക. 286 ഇവിടെ നോക്കി. ഞാൻ ഗസ് ചെയ്യാണ്. ഇവിടെ 6 ആണ്. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 8 ആയിരിക്കും. 8 ആണ്. അപ്പോൾ നോക്കി 6 × 8 ആണ് 48 അല്ലേ? യൂണിറ്റ് ഡിജിറ്റ് 8 വരിക. അപ്പോൾ ഞാൻ വെറുതെ ഗസ് ചെയ്തു. 286 × 8 ചെയ്ത് നോക്കാൻ പോവാണ്. നമുക്കിത് കിട്ടുമെന്ന് നോക്കാം. 286 × 8, 8 × 6 48, 8 × 8 64, 68, 8 × 2 16, 2288. കണ്ടോ? 2288. അപ്പോൾ ഈ SSCയുടെ പ്രത്യേകതയാണ് നമ്മൾ എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ആയിരിക്കും ലാസ്റ്റ് വരുന്നത്. ഇവിടെ നോക്കി 286 ആണ്. ഇവിടെ 2288 ആണ്. എന്തായാലും 10 താഴെയുള്ള വാല്യൂ ആണ് ഇവിടെ വരുള്ളൂ. ഇവിടെ ഞാൻ യൂണിറ്റ് ഡിജിറ്റ് നോക്കി 6 ആണ്. ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് നോക്കി 8 ആണ്. 6 × 8 ആണ് 48. അപ്പോൾ ഞാൻ ഗസ് ചെയ്തു
286 ഇൻറ്റു 8 ആണ് ഈ വാല്യൂ. അപ്പോൾ 8 ഇൻറ്റു 7 എത്ര വന്നു? R മൈനസ് R ഈക്വൽ ടു 56. ഓക്കെ, അപ്പോൾ R മൈനസ് R 56, R പ്ലസ് R എത്രയാണ്? R പ്ലസ് R എത്രയാണ്? 286. ഓക്കെ, അപ്പോൾ R മൈനസ് R 56, R പ്ലസ് R 286. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. ഇത് ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ ക്യാപിറ്റൽ R കിട്ടും. ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു ആഡ് ചെയ്യുക 12, 1, 14, 3, 342. അപ്പോൾ R ഈസ് ഈക്വൽ ടു 342 ഡിവൈഡഡ് ബൈ 2, 171. ഓക്കെ, ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഇവിടെ അല്ലെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സ്മോൾ r ഈക്വൽ ടു എന്ത് കിട്ടും? 286 മൈനസ് 171. 286 മൈനസ് 171, 51115. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ R എന്നുള്ളത് 171ഉം സ്മോൾ r എന്നുള്ളത് 115. ഓക്കെ ആണോ? അല്ലെങ്കിൽ നിങ്ങൾ ഒരെണ്ണം കണ്ടുപിടിച്ചാൽ മതി. നോക്കിയാൽ ക്യാപിറ്റൽ R 171 ആണ്, അതാകെ ഒരു ഓപ്ഷനിലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ആൻ ഐസോസിലസ് ട്രയാങ്കിൾ ദ തേർഡ് സൈഡ് ഈസ് 30 സെൻറ്റിമീറ്റർ ലെസ് ദാൻ ഈച്ച് ഓഫ് ദ ഈക്വൽ സൈഡ്സ് ആൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 3.6 മീറ്റർ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഒരു ഐസോസിലസ് ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ഇത് ഈക്വൽ സൈഡാണ് എക്സ് എക്സ്. അപ്പോൾ മൂന്നാമത്തെ സൈഡ് എന്താണ്? തേർഡ് സൈഡ് ഈസ് 30 സെൻറ്റിമീറ്റർ ലെസ് ദാൻ ഈച്ച് ഓഫ് ദ ഈക്വൽ സൈഡ്സ്. അതായത് ഇതിൽ നിന്ന് 30 കുറവായിരിക്കും. അപ്പോൾ എന്തെഴുതി? തേർഡ് സൈഡ് എന്നുള്ളത് എന്തായി? എക്സ് മൈനസ് 30 ആയി. മനസ്സിലായല്ലോ? ഇനി നമുക്കറിയാം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ സം ഓഫ് ദി സൈഡ്സ് ആണ്. 3x മൈനസ് 30 ഈക്വൽ ടു പ്ലസ് ചെയ്യുക 3x മൈനസ് 30 ഈക്വൽ ടു 3.6 മീറ്റർ ആണ്. ഇവിടെ 30 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 3.6 മീറ്റർ എന്നുള്ളത് എന്തായി? 360 സെൻറ്റിമീറ്റർ ആയി. അപ്പോൾ 360. ഇനി എത്ര വരും? 3x ഈക്വൽ ടു 390, എക്സ് ഈക്വൽ ടു 130. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 130. അപ്പം ഇനി ഫിഗർ റീഡ്രോ ചെയ്യാം. എക്സ് 130 എന്ന് കിട്ടി. അപ്പോൾ ഐസോസിലസ് ട്രയാങ്കിൾ എങ്ങനെ വരും? എക്സ് 130, ഇത് 130, ഇത് 130. ഇനി എക്സ് മൈനസ് 30, 130 മൈനസ് 30, 100 വരും അല്ലേ? അപ്പോൾ ഈ സൈഡ് 100 ആണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ടൊരു ലൈൻ വരെ, അതായത് ഹൈറ്റ് വരയ്ക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിൾ എ ബി സി ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്. ബി സിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ എന്താണ്? ഇത് 90 ഡിഗ്രി ആണ്, ഈക്വലായിട്ട് ബൈസെക്റ്റും ചെയ്യും അല്ലേ? അപ്പോൾ ഇത് ടോട്ടൽ 100 എന്നുള്ളത് എന്തായി? ടോട്ടൽ 100 എന്നുള്ളത് ഈ സൈഡ് 50 ആയി, ഈ സൈഡ് 50 ആയി. ഓക്കെ, പൈതഗോറസ് തിയറം അനുസരിച്ച് 13, 5 ഇത് എത്രയാണ്? 12. അപ്പോൾ 120. ഓക്കെ, അപ്പോൾ എ ഡി ഹൈറ്റ് എ ഡി ആണെങ്കിൽ എ ഡി എന്ന് പറഞ്ഞത് എന്തായി? 120 ആയി. ഓക്കെ ആണോ? അപ്പോൾ ഹൈറ്റ് അറിയാം, ബേസ് അറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ, ഐസോസിലസ് ആയിക്കോട്ടെ എന്ത് ട്രയാങ്കിൾ ആയിക്കോട്ടെ, ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, ഹാഫ് ഇൻറ്റു ബേസ് ഇവിടെ എത്രയാണ്? 50 + 50 100 ആണ്. പ്ലസ് ഹൈറ്റ് എത്രയാണ്? 120 ആണ്. പ്ലസ് അല്ല, ഇൻറ്റു ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ ആണോ? 120 ഡിവൈഡഡ് ബൈ 2 60 ആണ്. 60 × 100 6000. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എന്ത് കിട്ടി? 6000 കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ സം ഓഫ് 9685 ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ എ ബി ആൻഡ് സി ആൻഡ് അതായത് ഇൻ ദ റേഷ്യോ a/4 ഈസ് ടു b/3 ഈസ് ടു c/6, ഫൈൻഡ് ദ ഷെയർ ഓഫ് എ. അതായത് 9685 എന്ന സമ്മ് ഈ റേഷ്യോയിൽ 3 പേർക്കും ഇടയിൽ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, എ ബി ആൻഡ് സി. ഓക്കെ, അപ്പോൾ നോക്കി a/4 ഈസ് ടു b/3 ഈസ് ടു c/6. ഇവനെ കെ എന്നിട്ടാൽ എ ഈസ് ഈക്വൾ ടു എത്രയായി? 4k, ബി ഈസ് ഈക്വൾ ടു എത്രയായി? 3k, സി ഈക്വൾ ടു എത്രയായി? 6k. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റേഷ്യോ എങ്ങനെ വരും? എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് പറയുന്നത് 4:3:6. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ a/4 b/3 c/6 അങ്ങനെയാണെങ്കിൽ ഈ ഡിനോമിനേറ്റർ ആയിരിക്കും റേഷ്യോയുടെ വാല്യൂ. അത് ഡയറക്റ്റ് ആയിട്ട് നെക്സ്റ്റ് ടൈം എടുക്കുക. 4, 3, 6 ആണ് a/b/c. മനസ്സിലായല്ലോ? ഇനി ഇവരുടെ ടോട്ടൽ എടുക്കുക, അതായിരിക്കും സമ്മ്. ടോട്ടൽ എത്രയാണ്? 4 + 3 7, 7 + 6 13. 13 ആയിരിക്കും എന്ത്? സമ്മ് എത്രയാണ്? 9, 6, 8, 5. അപ്പോൾ 1ൻ്റെ വാല്യൂ എന്താണ്? 7, 58, 4, 52, റിമൈൻഡർ 6, 65, 5, 7, 45.
1ൻ്റെ വാല്യൂ 745, ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി ഷെയർ ഓഫ് എ ആണ്. എയുടെ ഷെയർ 4 ആണ് അല്ലേ. 1ൻ്റെ വാല്യൂ 745, അപ്പോൾ 4ൻ്റെ വാല്യൂ 745 ഇൻറ്റു 4 എത്ര വന്നു? 20, 18, 29, 2980. ഓക്കെ, 2980 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഏകദേശം തീർന്നിരിക്കുകയാണ്. 13-ാം തീയതിയും 15-ാം തീയതിയും ക്വസ്റ്റ്യൻസ് കമ്പൈൻഡ് ആയിട്ട് നമ്മൾ ചില എക്സാക്റ്റ് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ അതേപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇപ്പോൾ ഡിലേ ആയത് ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോരോ ടൈപ്പ് പഠിച്ചു വെക്കുക. ഓക്കെ, അതായത് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ടിൽ നിന്ന് ഈ ടൈപ്പാണ് ചോദിച്ചത്, ഓൾജിബ്രയിൽ നിന്ന് ഈ ടൈപ്പാണ്. എന്താണ് A+B അല്ലെങ്കിൽ A-B തന്നിട്ട് A²+B² കണ്ടുപിടിക്കുക. അത് എപ്പോഴും എല്ലാ ഷിഫ്റ്റിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പിന്നെ ട്രിഗ്നോമെട്രി ആയാലും ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ് ആയാലും, ഇപ്പോൾ ട്രിഗ്നോമെട്രി ഏതെങ്കിലും ഒരു റേഷ്യോ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുക, 3 സൈഡ് എഴുതുക, എന്നിട്ട് ബാക്കിയുള്ള റേഷ്യോ കണ്ടുപിടിക്കുക, ആ വാല്യൂവിന് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെ ഓരോ ടോപ്പിക്സും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങൾ വൃത്തിയായിട്ട് റിവൈസ് ചെയ്യുക, പഠിക്കുക, അടുത്ത എക്സാമിന് നല്ല മാർക്ക് മേടിക്കുക. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇനിയും അനാലിസിസുമായിട്ട് വരുന്നതായിരിക്കും. ക്വസ്റ്റ്യൻസ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും കറക്ഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.